നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാൻ വലിയ ജനക്കൂട്ടത്തിന്റെ പെരുപ്പമല്ല നോക്കുന്നത്. ആവശ്യബോധത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ കർമ്മേലിന്റെ മുകളിൽ ദൈവം പ്രാർത്ഥന കേട്ട് ഏലിയാവിനെ മാനിച്ചതുപോലെ നമ്മളെയും മാനിക്കും. ദൈവസ്തോത്രം. അവിടെ നമ്മൾ കാണുന്നുണ്ട് 580-850 പ്രവാചകന്മാർ കൂടുന്ന ഒരു വലിയ കൂട്ടായ്മ ആണ് കർമ്മേലിന്റെ മുകളിലുണ്ട്. ആഹാബ് രാജാവും തന്റെ ഭാര്യ ഇസബെല്ലും അവിടെയുണ്ട്. ഇസബെല്ലാണെങ്കിൽ ഇസബെല്ലും ആഹാബ് രാജാവും ഏലിയാവും ഇസബെല്ലും ഉള്ളതാകുന്ന ആ കർമ്മേലിന്റെ മുകളിൽ ഏലിയാവ് ഒരുത്തൻ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഹോവയായ ദൈവം, ഞാൻ നിന്റെ ദാസനെന്ന്, നിന്റെ ദാസനായ എന്നെ നീ മാനിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവിടെ പ്രാർത്ഥന കേട്ടു. അസാബിന്റെ ജീവിതത്തില്, ഏലിയാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹത്വമേറിയ സമയമായിരുന്നു അത്. ദൈവത്തിന്റെ സഹോദരം. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മുടെ യാചന കൈക്കൊള്ളും. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ വചനം പറയുന്നു, ഞാൻ ഒഴിഞ്ഞു പോകാതെ ജീവനോടെ ഇരിക്കുന്നത് നിന്റെ കൃപ കൊണ്ടാണ്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ കൃപ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ നമ്മളിലുള്ളത്, ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്നേ മണ്ണടിഞ്ഞു പോകുമായിരുന്നു. നമ്മളെക്കാട്ടിലും വലിയവരും പ്രിയപ്പെട്ടവരൊക്കെ എത്രയോ പേര് ഈ ലോകത്തും നീങ്ങപ്പെട്ടു പോയി. പരിവനായ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ആരോഗ്യത്തോടും ബലത്തോടും ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മൾ നീക്കി നിർത്തിയിരിക്കുമ്പോൾ നമുക്കതിന് പ്രയോജനമുള്ളവരായി തീരണം. ഒരുവനൊരു ആനയെ വാങ്ങിക്കുന്നത് വെറുതെ തമാശന് വേണ്ടിയല്ല. ഒന്നുകിൽ ആ ആനയെ വാങ്ങിച്ച് ആ ആനയെ കൊണ്ട് തടി പിടിപ്പിച്ച് അവരുടെ ആ ഉപജീവനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആനയുടെയും ജീവിതം നടക്കും. ആനയെ കൊണ്ട് തടി പിടിപ്പിച്ച് അതിനെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് വേണ്ട ഭക്ഷണങ്ങളും അതിന് വേണ്ട കാര്യങ്ങളും അതിന് വേണ്ട വിശ്രമ സ്ഥലവും വിശ്രമ സമയവും എല്ലാം അതിൻ്റെ ഉടമ മാറ്റിവെക്കും. അതിനുവേണ്ടി അത് പ്രത്യേകമായിട്ട് അത് കെയർ ചെയ്യും. അപ്പോൾ തന്നെ ഈ ഉടമയ്ക്ക് ആനയെ കൊണ്ടൊരു ഉപജീവനം ഉണ്ടാകും, അതിനൊരു ധനസമ്പാദനം എന്നും അതിനെ സംരക്ഷിക്കുന്ന വെറുതെ അല്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നത് വെറുതെ അല്ല, അത് മനസ്സിലാക്കണം. നമ്മളെയൊക്കെ ദൈവം സംരക്ഷിക്കുന്നത്, ഈ പ്രായം വരെയും ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത്, നമ്മളെക്കാട്ടും ചെറുപ്രായക്കാരെ, നമ്മളെക്കാട്ടിലും ആരോഗ്യമുള്ളവരെ, ബുദ്ധിയുള്ളവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരാവശ്യം ഉണ്ടായതുകൊണ്ടാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരാവശ്യമുള്ളത് കൊണ്ടാണ്. കാരണം ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം പ്രതീക്ഷിക്കുന്നുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം. നമ്മുടെ ആരെയും എടുക്കാൻ സാമർത്ഥ്യം കൊണ്ടെന്നാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ടാ. എത്രയോ പേര് മരിച്ചു പോകുന്നു, അനർത്ഥങ്ങളിൽപ്പെട്ടു പോകുന്നു, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് ദീർഘവർഷങ്ങൾ കിടക്കയിലായിത്തീരുന്നു. എത്ര നല്ല സൗന്ദര്യ റാണികള്, എത്ര വ്യക്തിയുടെ സമ്പന്നരൊക്കെയാണ് ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മഹാരോഗങ്ങളിൽപ്പെട്ട് വലിയ വേദനയിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടു പോയിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഞാൻ പറയാറുണ്ട്, ഒരു ദിവസമേ ജീവിച്ചുള്ളൂ, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഒരു ദിവസമേ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ, ആ ദൈവനാമമഹത്വത്തിന് വേണ്ടി ജീവിക്കണം. എന്തെങ്കിലുമൊക്കെ തിന്നു കുടിച്ചു ഇതുവഴിയെങ്കിലുമൊക്കെ നടന്നു ഒരു ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആർക്കും പ്രയോജനമില്ല, ദൈവത്തിനും പ്രയോജനമില്ല, സ്വയമേയും പ്രയോജനമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ സമയങ്ങളെയും കാലങ്ങളെയും വെറുതെ കളയരുത്. തമ്പുരാൻ ആരോഗ്യം തന്നത്, ഞാൻ പിന്നെയും പറയും, ഒരു കാളയെ വാങ്ങിച്ചുകൊണ്ടെന്ന് വീട്ടിൽ കെട്ടുന്ന മനുഷ്യന് ആ കാളയെ കൊണ്ട് ഒരു പ്രയോജനം ആവശ്യപ്പെടാൻ വേണ്ടിയാണ്. ഒന്നുകിൽ ആ കാളയെ വളർത്തി അതിനെ കൊണ്ട് പൂട്ടി അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിച്ച് അതിനുവേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ, ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നത് ആ കൃഷിയിൽ നിന്നൊരു ഫലമെടുക്കാൻ വേണ്ടിയാണ്, ചുമ്മാ രസത്തിന് വേണ്ടിയല്ല. ദൈവം തമ്പുരാൻ പിന്നെയും നമ്മൾക്ക് ആയുസ്സും ആരോഗ്യം തന്നിരിക്കുന്നത് ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരാൻ തക്കവണ്ണമാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ചിന്തിച്ച് കടന്നു പോകണം. നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മുടെ ചിന്തകളെ മാറ്റണം, നമ്മുടെ സ്റ്റെപ്പുകളെ മാറ്റണം, കാഴ്ചപ്പാടുകൾ മാറണം, വിചാരങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം, സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാകണം. കാലം പോലും എങ്ങനെയെങ്കിലും അത് ജീവിക്കുന്ന രീതി ആയിരുന്നു. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാകണം, നമുക്കൊരു നിയന്ത്രണം ഉണ്ടാകണം. ഇന്നതാകാം എനിക്ക് ഇന്നതായിക്കൂടാ, ഇങ്ങനെയാകാം എനിക്ക് ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ളതാകുന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. അപ്പോഴാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ചാടിക്കേറിയൊന്നും ദൈവം ആരെയും അനുഗ്രഹിക്കുന്നില്ല.
ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അനുഗ്രഹിക്കുന്നത്. എങ്ങനെയാണ്? നമ്മളോട് ദൈവാത്മാവ് ഒരു ആലോചന പറയുന്നു, അല്ലെങ്കിൽ ഒരു അവസരം തരുന്നു, നമ്മളതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നുവോ അതിൻ്റെ അനുസരിച്ചാണ് അടുത്ത നിമിഷം നമുക്ക് അനുഗ്രഹമോ ദുഃഖമോ ഉണ്ടാകുന്നത്. അതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഹിസ്കിയാവിനെ കുറിച്ച്. ഹിസ്കിയാവ് ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു രാജാവായിരുന്നു. ഹിസ്കിയാവിന് മരണകരമാകുന്ന രോഗം ബാധിച്ച് മരിക്കാൻ തക്കവണ്ണം കാലമാകുന്നു എന്ന് ദൈവാത്മാവ് പ്രവാചകനിലൂടെ ചെന്ന് ദൈവം അവനെ അറിയിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൃഥ്വിമേൽ കൈ വെച്ചുകൊണ്ട് ബലം ക്ഷയിച്ചവനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥന കേട്ട ദൈവം പെട്ടെന്ന് പറയുകയാണ്, മിനിറ്റുകൾക്കുള്ളിൽ പറയുകയാണ്, അവന് ഞാൻ 15 സംവത്സരങ്ങൾ നീട്ടിക്കൊടുക്കാം. അപ്പോൾ അവന്റെ പ്രാർത്ഥന കേട്ട ദൈവം മാറ്റം കൊടുത്തു. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണ്. നന്മയായാലും തിന്മയായാലും നമ്മുടെ മുൻപിൽ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത നാളുകളിൽ വരാൻ കാരണമായിത്തീരുന്നത് നമ്മുടെ ദൈവമായിട്ടുള്ളതാകുന്ന അടുപ്പത്തെയോ അകലത്തെയോ കാരണമാക്കിയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. നമ്മളെയൊക്കെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് കൃപയുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മളിന്ന് വായിച്ചത് 73-ാമത്തെ സങ്കീർത്തനമാണല്ലോ. തീർച്ചയായിട്ടും പാട്ടിന് ഈരടി എന്ന് പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഓ എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ദൈവസ്ഥനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരു ആരാധന കൂടി ദൈവസന്നിധിയിൽ കൂടി വന്ന് ആരാധിപ്പാൻ തക്കോടെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കണ്ടവർക്ക് അനേകർക്ക് ഈ ആഴ്ച കാണുവാൻ പറ്റാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പലവിധമായ അപകടങ്ങളാലും രോഗങ്ങളാലും സാമർഥ്യമുള്ളവർ, ബുദ്ധി സാമർഥ്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, ധനമുള്ളവർ അനേകർ മാറ്റപ്പെട്ടു പോയപ്പോൾ ഒരുവനായ ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ദൈവസ്ഥനിൽ നിന്ന് സന്തോഷത്തോടും ആരോഗ്യത്തോടുമായിരിക്കുന്നത്. ഈ ദൈവത്തിനെ കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നുകൂടി ദൈവത്തെ ബോധപ്പെടുത്താം. ഒന്നുകൂടി ദൈവത്തെ പുകഴ്ത്താം. ദൈവത്തിന്റെ നാമത്തിൽ ബോധം ഉണ്ടാകട്ടെ. നമ്മളിത് വായിച്ച സങ്കീർത്തനം 73-ാമത് സങ്കീർത്തനമാണല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും സ്വാഭാവികമാകുന്ന സ്വഭാവത്തെ, സ്വാഭാവികമാകുന്ന അനുഭവത്തെയാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ശീർഷകത്തിൽ കാണുന്നു, ആസാബിന്റെ ഒരു സങ്കീർത്തനം. ആരായിരുന്നു ആസാബ്? യഹോവയായ ദൈവത്തിന്റെ ആലയത്തില് സംഗീത പ്രമാണിമാരായിട്ടുള്ള 3 പേരില് ഒരുവനും മികച്ചവനുമായിരുന്നു ആസാബ്. യഹോവയായ ദൈവത്തിന്റെ ആലയത്തില് സംഗീത പ്രമാണികളിൽ ഒരുവനായിരുന്ന, 3 പേരിൽ ഒരുവനായിരുന്ന, ആരാധനയിലെ സംഗീത കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന സംഗീത പ്രമാണിമാരിൽ ശ്രേഷ്ഠനായിരുന്നവൻ ഒരുവനായിരുന്ന ആസാബ് പാടിയ സങ്കീർത്തനമാണ് 73-ാമത്തെ സങ്കീർത്തനമെന്ന് ശീർഷകത്തിൽ കാണുന്നു. എന്നാൽ നമ്മൾ ഇതിന്റെ 28 വാക്യങ്ങളടങ്ങിയതാകുന്ന ഈ സങ്കീർത്തനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ സംശയങ്ങൾ തോന്നാറുണ്ട്. ഒരു മനുഷ്യൻ ഇത്രത്തോളം പരാജയപ്പെടാൻ സാധ്യതയുണ്ടാകുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ? അതെ, നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആസാബ് ഒരു മനുഷ്യനായിരുന്നു. ആസാബ് ഒരു മനുഷ്യനായിരുന്നു എന്ന് ഈ 73-ാമത്തെ സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാമാകുന്ന ചിന്തകൾ, വിചാരങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഏതൊരു മനുഷ്യനും ചില പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തന്നെ കാലിടറാറുണ്ട്.
താൻ തളർന്നു പോകാറുണ്ട്, ഒരുപക്ഷെ ഭീരുവായി തീരാറുണ്ട് അല്പം നേരത്തേക്കെങ്കിലും. അത് നമുക്ക് യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിന് മുൻപേ യേശുക്രിസ്തുവിന് പാതയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാനാണ്. പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ തന്നെ തുള്ളിയ ഒരു കുഞ്ഞാണ്. അവൻ വളരെ വളരെ ദൈവിക പദ്ധതി പ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാ സ്നാപക യോഹന്നാൻ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ താൻ കാലുകൾ ഇടറിപ്പോയി, താൻ പതറിപ്പോയി. താൻ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ തന്റെ മരണം മുൻപിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഹെരോദ രാജാവ് തനിക്ക് വേണ്ടി മരണവിധി കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ കാലുകൾ അവൻ ഇടറുകയാണ്. അവൻ ചോദിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ അടുക്കൽ തന്റെ ശിഷ്യന്മാരെ വിട്ട് പറയുന്നു, ഇതാ ഞാനിങ്ങനെ കാരാഗ്രഹത്തിൽ ഇപ്രകാരമായിരിക്കുന്നു, എന്നെ രക്ഷിപ്പാനായിട്ട് വളരെ വേഗം വരണം എന്ന് തന്റെ ശിഷ്യന്മാരെ വിട്ടുകൊണ്ട് അറിയിക്കുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, അതിന് തക്കവണ്ണം അതിന് ഓടിച്ചെന്ന് യോഹന്നാനെ സഹായിക്കുന്നില്ല, യോഹന്നാനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ല, മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ല എന്ന് യോഹന്നാന് മനസ്സിലായപ്പോൾ യോഹന്നാൻ ചോദിക്കുകയാണ്, ഞാൻ ചെയ്ത ശുശ്രൂഷ യഥാർത്ഥമായിട്ട് അത് നീ തന്നെയായിരുന്നുവോ? സാക്ഷാൽ യേശു ഞാൻ മറ്റൊരുവനെയാണോ പരിചയപ്പെടുത്തിയതെന്ന് ചിന്തിക്കുകയാണ്. നോക്കണമേ, താൻ ചെയ്ത ശുശ്രൂഷയിൽ പോലും താൻ കാലുകൾ ഇടറി പരാജയപ്പെടുന്നു എന്നുള്ളത് ബോധനാകിക്കണം. അത് ദൈവിക പദ്ധതിയായിരുന്നു, അത് വേറൊരു വിഷയം. എന്നാൽ ആ സാഹചര്യത്തിൽ സ്നാപക യോഹന്നാൻ അത് മനസ്സിലാക്കാതെ താൻ ചോദിക്കുകയാണ്, താൻ വേറൊരുവനെ കാത്തിരിക്കണമോ? നീ തന്നെയാണോ സാക്ഷാൽ ക്രിസ്തു? കാരണം ഓടി ഒന്നും രക്ഷിക്കുന്നില്ല. അപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഇൻസിഡന്റുകൾ, ചില പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ ഭയന്നു പോകാറുണ്ട്, നമ്മൾ ചഞ്ചലപ്പെട്ടു പോകാറുണ്ട്. അപ്രകാരമുള്ള ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ നോക്കണമേ, ഇവിടെ ആസാഫിന്റെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കുന്നത് ഇത് കാണുന്നു, ദൈവം ഇസ്രായേലിന് നിർബന്ധതയുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. മുഖവനയിലെ വാക്യം നല്ല വാക്യമാണ്. എന്താണ്? ദൈവം ഇസ്രായേലിന് നിർമ്മലഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ദൈവം നിർമ്മലഹൃദയമുള്ളവർക്ക് നല്ലവനാണ്. എല്ലാവർക്കും ദൈവം നല്ലവനല്ല, എല്ലാവർക്കും ദൈവം നല്ലവനല്ല. ചിലപ്പോൾ ചില നീക്കുപോക്കുകളും ചില പ്രയാസങ്ങളും അതുപോലെ നിന്നൊക്കെ ചില മാറ്റങ്ങൾ ഒരുപക്ഷെ സകല മനുഷ്യർക്കും ഉണ്ടായി എന്നിരിക്കാം. പക്ഷെങ്കിൽ ദൈവം എല്ലാവർക്കും ഒരുപോലെ നല്ലവനായി തീരാൻ സാധ്യത പല സാഹചര്യങ്ങളിലും ഇല്ല. ഇവിടെ സംഗീതക്കാരൻ പറഞ്ഞത്, എന്നാൽ എൻ്റെ കാലുകൾ ഏറെക്കുറെ ഏകദേശം ഇടറി, എൻ്റെ കാലുകൾ ഏറെക്കുറെ. സാധാരണ പ്രസംഗകർക്ക് ഒരു ഭാഗം വായിച്ചിട്ട് അതിൽ നിന്നും ഒരു വാക്യം എടുത്തിട്ട് ആ വാക്യത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് സാധാരണ പ്രസംഗകരൊക്കെ പ്രസംഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഈ സങ്കീർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ഇരുള് മൂടിയ അവസ്ഥ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഇരുള് മൂടിയ അവസ്ഥ, ആ ഇരുള് മൂടിയ അവസ്ഥയിൽ താൻ ആകെ പതറി, ആകെ ചഞ്ചലപ്പെട്ട്, ഏതോ ഒരു ഭീരുത്വത്താൽ നിറയപ്പെട്ട് ഒരു പ്രത്യേകമാകുന്ന ആകുല വ്യാകുലങ്ങളൊക്കെ അനുഭവിച്ച് ആയിരിക്കുന്ന മനുഷ്യൻ അല്പസമയം അങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളുടെ മാനസിക സംഘർഷത്തോടെ കടന്നുപോയിട്ട് താൻ പിന്നെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവന്റെ ഹൃദയത്തില് ഇതാ പ്രഭാതയാമത്തിൽ ഇരുളുമാറിയിട്ട് വെളിച്ചം മുതിച്ച് നല്ലൊരു പ്രകാശത്തോടുകൂടി ഉദയസൂര്യൻ ഉയർന്നു വന്ന് അത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ കൂടെ പകൽ ആയിത്തീരുന്ന പോലെ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരിവർത്തനങ്ങളും ആ പരിവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ആ മാറ്റങ്ങളും മനസ്സിലുണ്ടായ അന്തരങ്ങളും പിന്നീടുണ്ടാകുന്ന ചിന്തകളുമാണ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നേരിടാറുണ്ട്. എത്ര ആത്മീയനായാലും, എത്ര തന്നെ ആത്മീയമായി ശക്തി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും പലപ്പോഴുമൊക്കെ നമ്മുടെ ഈ കാലുകൾ ഇടറിപ്പോകാറുണ്ട്. ഏലിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ വാക്ക് കേട്ടപ്പോൾ ഒന്ന് ഭയന്നോടുന്ന ഏലിയാവ്. എന്നാൽ
ആഗാവ് രാജാവിന്റെ കൊട്ടാരത്തിന് മുൻപിൽ ചെന്ന് ആഗാവ് രാജാവിന്റെ തിരുമുറ്റിയത് തിരുമുഖത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കൊട്ടാരത്തിന് വാതിക്കൽ എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും വഴി ഉണ്ടാകുകയില്ല എന്ന് പ്രഖ്യാപിച്ച് ആകാശത്തിന്റെ കിളിവാതിലുകളെ അടച്ചുകൊണ്ട് 3 വർഷക്കാലം മഞ്ഞും വഴി ഈ ഭൂമിയിൽ വരാനും അത് ഇടവരാതെ വണ്ണം അതിനെ ബ്ലോക്ക് ചെയ്ത അതിനെ അടച്ചു വെച്ച ഏലിയാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസബേൽ എന്ന് പറഞ്ഞാകുന്ന ഒരു നീച സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ ഏലിയാവ് പോലും ഒന്ന് ചഞ്ചലപ്പെട്ടു പോയതായിട്ട് കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്രകാരമുള്ളതാകുന്ന ചഞ്ചലപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, നിമിഷങ്ങൾ, സാഹചര്യങ്ങൾ നിരവധി നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിരവധി സാഹചര്യം വന്ന് ഭവിക്കാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ആകെ പതറിപ്പോകാറുണ്ട്, ആകെ ചഞ്ചലപ്പെട്ടു പോകാറുണ്ട്. ഇനി എന്തായിത്തീരും, ഇനി എങ്ങനെ ആയിത്തീരും, ഇനി ഇതിന്റെ അന്ത്യം എന്തായിത്തീരും, ഞാൻ ഇനി എങ്ങനെ ഒരു മാറ്റമുണ്ടാകും, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതലുണ്ടാകുമോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നു വരാറുണ്ട്. വെച്ചെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, അവന്റെ ഉള്ളറകളിൽ പിശാച് കടത്തിവിട്ടിരിക്കുന്ന ആ നെഗറ്റീവ് ചിന്തകളെ, ആ പരാജയ ഭീതികളെ, ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന ആ പ്രത്യേകമായ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് കാർമേഘത്തിനപ്പുറത്തും മിന്നും സൂര്യശോഭ കാണുമെന്ന് പറയാൻ തക്കവണ്ണം മാനിപ്പാൻ തക്കവണ്ണം ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ടാണ് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞത്, ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ളവരെന്നാ പറയുന്നത്. അപ്പൊ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവരാണെങ്കിൽ നമ്മളും ഏലിയാവിനെ പലപ്പോഴും സമസ്വഭാവമുള്ളവരായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ ചിന്തിച്ചു പോകാറുണ്ട്. ആസാവിന്റെയും ജീവിതത്തിൽ നമ്മൾ അതാണ് പഠിച്ചു വരുന്നത്. ആസാവ് ലോകരെ നോക്കി, ലോക മനുഷ്യരെ നോക്കി, മറ്റു മനുഷ്യരെ നോക്കി, ലോകയിലുള്ള മറ്റു വ്യക്തികളെ നോക്കി, അവർക്കൊരു പ്രശ്നമില്ല. ആസാവ് പറയുകയാണ്, 2ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി. ആദ്യത്തെ വാക്യത്തിൽ വായിക്കുന്നത് യഹോവ നല്ലവരാണ്, നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണെന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ പിന്നീട് പറയുകയാണ്, എന്നാൽ എന്റെ കാലുകൾ ഏറെക്കുറെ ഇടറി, ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതി. എന്താണ് കാരണം? അതിന്റെ കാരണം 3ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ആസാബ് നല്ലൊരു വ്യക്തിയാണേ, ആസാബ് ഒരു അഭിഷക്തനാണേ. യഹോവയായ ദൈവത്തിന്റെ ആലയത്തില് സംഗീത പ്രമാണിമാരായി 3 പേരുള്ളതിന് ഒരു പ്രമാണിയാണ്, അതിൽ ഏറ്റവും മികച്ചവനാണ്. ദൈവത്തിന്റെ നാമത്തിൽ പാടിയുന്നവനാണ്. ആയിരക്കണക്കിന് ജീവിതങ്ങളെ ദൈവ ഇസ്രായേൽ മക്കളെ സംഗീതത്തിലൂടെ പാടി അവരെ സന്തോഷിപ്പിക്കുന്നവരാണ് ആസാബ്. പാട്ടിലൂടെ ഒരു വലിയ കഴിവുണ്ട്, പാട്ടിലൂടെ ഒരു വലിയ പ്രവൃത്തിയുണ്ട്. നമുക്ക് ഈ ഭൂമിയിലുള്ള പ്രസംഗം, ഇവിടുത്തെ പ്രസംഗങ്ങളെല്ലാം തീർന്നു പോകും, എന്നാൽ പാട്ടിന് അന്ത്യമില്ല. നിത്യമായ സ്വർഗത്തിലെത്തിയാൽ 1000 കോടി ദൂതന്മാരോട് ചേർന്ന് വിശുദ്ധന്മാരാകുന്ന അനേകം കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന് അവിടെ പാട്ടുണ്ട്, ആരാധനയുണ്ട്. പ്രസംഗങ്ങളും മറ്റുള്ളതാകുന്ന ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ്, അനാദികാലം മുൻപ് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന് മുൻപാകെ പാട്ടും സംഗീതവും ഉണ്ടായിരുന്നു. യഹോവയായ ദൈവത്തെ സ്തുതിക്കുവാൻ പാട്ടുകൾ ഉണ്ടായിരുന്നു, ഗാനങ്ങളുണ്ടായിരുന്നു. യെശയ്യാവ് പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യെശയ്യാവ് കാണുകയാണ്, സ്വർഗത്തിലിരിക്കുന്ന സ്വർഗസ്ഥനാകുന്ന ദൈവത്തെ കാണുകയാണ്. എങ്ങനെയാണ് കണ്ടത്? 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സാറാബുകൾ യഹോവയായ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഒന്നിനോടൊന്ന് പറയുകയാണ്. 2 സാറാബുകൾ ഇങ്ങനെ നിന്നുകൊണ്ട് ആ സാറാബുകൾ തമ്മിൽ പറയുകയാണ്. ആരെ കുറിച്ച് പറയുന്നു? എന്ത് പറയുന്നു? സാറാബുകൾ തമ്മിൽ പറയുകയാണ്, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് സാറാബുകൾ തമ്മിൽ പറഞ്ഞ് സൈന്യങ്ങളെ യഹോവയാകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്വർഗത്തിന്റെ കാഴ്ച അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോഴും സ്തുതി കരയറ്റുമ്പോഴും ദൈവം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. യഹോവയെ അന്വേഷിക്കുന്ന പുരുഷന്മാരുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇപ്പോഴും തൃക്കൺ പാർത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും. യഹോവയായ ദൈവം, സ്വർഗസ്ഥനായ ദൈവം 1000 സാറാബുകളാൽ ആരാധിക്കപ്പെടുന്നത്. എങ്ങനെ? സാറാബുകൾക്ക് 6 ചിറകുകളാണ്. 6 ചിറകുകളെ 2 കൊണ്ട് അവരെന്ത് ചെയ്യും?
മുഖം മൂടി. എന്താണ്? തങ്ങളുടെ പരിശുദ്ധമേറിയ മുഖമാണ് സാറാബുകൾക്ക്. ഇവിടുത്തെ വിധമാകുന്ന ദീക്ഷയും താടിയും അല്ലെങ്കിൽ കൊമ്പൻ മീശയും പട്ടുമീശയും ക്ലീൻ മീശയും ഇങ്ങനെയുള്ള ഒരു ഇതുമല്ല. സാറാബുകൾ, സൗന്ദര്യമേറിയ സാറാബുകൾ, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന ഈ സാറാബുകൾക്ക് മുഖത്തിന് യാതൊരു വൈകൃതവുമില്ല, വികൃതവുമല്ല. വച്ചെങ്കിൽ അവര് പോലും അവരുടെ മുഖത്തെ സൈന്യങ്ങളെ യഹോവയായ ദൈവത്തെ കാണിപ്പാൻ തക്കവണ്ണം ഭയക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്ന സാറാബുകൾ സൈന്യങ്ങളെ യഹോവയാകുന്ന ദൈവത്തെ തങ്ങളുടെ മുഖം കാണിപ്പാൻ ഭയക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മകളമേ, ഒരശുദ്ധിയുമില്ല. നമുക്ക് എന്തു കോലവും കാണിക്കാൻ യാതൊരു മടിയുമില്ല. നമ്മൾ വേണമെങ്കിൽ മുഖം മാത്രമല്ല ശരീരം മൊത്തം കാണിക്കാനും ഭയമില്ല. നികൃഷ്ടമായ രീതിയിൽ ദുഷ്ടപിശാചിനാൽ പലപ്പോഴും പിടിക്കപ്പെട്ട അവസ്ഥകളിൽ മനുഷ്യർ അതപ്പതിച്ചു പോകാറുണ്ട്. സാറാബുകൾ ദൈവത്തെ പാടി ആരാധിക്കുന്നത് രണ്ടും കൊണ്ട് മുഖം മൂടി. എന്തുകൊണ്ട്? രണ്ടുകൊണ്ട് പാദം മൂടും. രണ്ടുകൊണ്ട് പാദം മൂടും. ഈ വാക്യങ്ങളാണ് എന്നെ മുണ്ടെടുക്കുവാനൊക്കെ പഠിപ്പിക്കുന്നത്. അതിന് മുണ്ടും ഷർട്ടുമായിട്ട് എത്രത്തോളം ശരീരം മറയ്ക്കാമോ അത്രത്തോളം മറയ്ക്കണം. പാൻറ് ഇട്ടിട്ട് പോയാല് പലയിടത്ത് ചെല്ലുമ്പോഴും കുറച്ച് മുട്ടിന്റെ താഴെ വരെ പാൻറ് പൊങ്ങിയിരിക്കും. അപ്പം കാലിന്റെ അത്രയും ഭാഗം ദൈവസന്നിധിയിൽ വെളിപ്പെട്ട് നിൽക്കും. അതിൽ എവിടെയാണ് ചെന്ന് ഇരിക്കുന്നുടനെ നമ്മുടെ പാദം മറച്ചിട്ട് മുട്ടിന്മേൽ ഇരിക്കാൻ പറ്റും. മുണ്ടാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഒരു ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പാദം മൊത്തം മറച്ച് മുണ്ട് പിടിച്ചിട്ട് സ്ത്രീകൾ ദൈവസന്നിധിയിൽ ഭക്തിയോടുകൂടി ഭയത്തോട് അങ്ങനെ ആയിരിക്കുന്നവര്. പകുതി തുണിയും കൊണ്ട് നടക്കുന്നവർക്കൊന്നും അതൊരു ബാധകമല്ല. പകുതി വസ്ത്രം എടുത്തുകൊണ്ട് തങ്ങളുടെ ശരീരം എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വിഷയമല്ല. അല്ലാത്തവർക്ക് ശരീരം സാരിയൊക്കെ ചുറ്റി നല്ല വൃത്തിയായിട്ട് പോകുമ്പോൾ പാദമൊക്കെ മറച്ചിട്ടിരിക്കുന്നത് സുഖമാണ്. അതിനൊരു പുഷ്ടിയുണ്ട്, മനസ്സിനൊരു തൃപ്തിയുണ്ട്. ദൈവത്തിന്റെ സന്നിധി നമുക്കൊരു എളിമ ധരിക്കാൻ സാധിക്കും. സാറാബുകൾ പോലും രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് ഇങ്ങനെ പറക്കുകയാണ്. എന്താണ് പറയുന്നത്? സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നവർ ഒന്നിനോടൊന്ന് പറയുകയാണ്. ഇങ്ങനെ ദൈവത്തെ പാടി ആരാധിക്കുന്ന സാറാബുകളുടെ ആ ഗായക സംഘം, ഇങ്ങനെ ദൈവത്തെ പാടി ആരാധിക്കുന്നവരുടെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുടെ, ദാവീദിന്റെ അതേ യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തെ പാടി ആരാധിച്ചു കൊണ്ടിരുന്ന, ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നവരിൽ പ്രമാണിയായിരുന്നു 3 അതിലെ സംഗീത പ്രമാണിമാരിൽ ഒരുവനായിരുന്നു. മോശക്കാരനല്ല. നമ്മളെ പോലെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെന്ന് ഏതെങ്കിലും പ്രാർത്ഥനാ കൂട്ടത്തിൽ കൂടിയവരല്ല. ക്ഷയരോഗം വന്ന നിമിത്തമായിട്ട് എങ്ങനെയെങ്കിലും ഈ രോഗം മാറാൻ ഒരു കാരണമായി തീരണം. പല ദൈവങ്ങളെ നോക്കി ഒരു ദൈവത്തിൽ നിന്നും വഴി കിട്ടിയില്ല. ആരും സഹായിക്കാനില്ലായിരുന്നു. ഒരു ദേവന്മാരും സഹായിച്ചില്ല. അപ്പോൾ ആരോ പറഞ്ഞു യേശു ക്രിസ്തു രക്ഷിക്കുമെന്ന്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ക്ഷീണം മാറാനോ രോഗം മാറാനോ വീട് വെക്കാനോ മക്കളെ കെട്ടിക്കാനോ തന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലും കാര്യസാധനത്തിന് വേണ്ടി ചെന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല സാറാണ്. നമ്മളൊക്കെ അങ്ങനെയാണ് പലപ്പോഴും. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ദൈവത്തെ പാടിച്ചിരുന്നത്. പിന്നെ പെന്തക്കോസ്തുകാരനായി കൂട്ടായ്മയിൽ പോകുന്നതുകൊണ്ട് ഒരുപക്ഷെ മീശ പഠിച്ചെന്നിരിക്കും, ഒരുപക്ഷെ മാലയും കവലും ചിലർക്ക് ആത്മബോധം തോന്നിയാൽ ഊരിന്നിരിക്കും, ചിലർക്ക് തോന്നിയില്ല. അതിനൊന്നും അല്ല കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ പാടി ആരാധിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിൽ, ആത്മീയ അന്തരീക്ഷത്തിലായിരുന്ന ഹാമാൻ എന്ത് ചെയ്തു? കാലുകൾ ഏറെക്കുറെ ഇടറിപ്പോയി, കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ അവസ്ഥയാണിത്. നമ്മുടെ അവസ്ഥയാണിത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു സാഹചര്യമാണിത്. എത്ര ധൈര്യത്തോടു കൂടി, എത്ര സങ്കോചത്തോടു കൂടി നടന്നാലും ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിടറിപ്പോകും. നമ്മൾക്ക് പരാജയഭീതി ഉണ്ടാകും, ചിലർക്ക് മരണഭയം ഉണ്ടാകും, ചിലർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, ചിലർ വയലന്റ് ആയിത്തീരും. എന്താണ്? അവരുടെ മനസ്സിടറുകയാണ്. ഇവിടെ സംഗീതക്കാരെ ആസാബിനെ കുറിച്ച് കാണുമ്പോൾ ആസാബ് പറയുകയാണ്, അവരെന്താണ് പറ്റിയത്? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട് എനിക്ക് അഹങ്കാരികളോട്. എടാ, ഈ ആസാബെ, നിനക്ക് നിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ദൈവമക്കളാണെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നതാണെങ്കിൽ ആവശ്യമില്ലാത്തവരെ കണ്ടുകൊണ്ട് കണ്ണുകടിക്കരുത്, ആവശ്യമില്ലാത്തവരെ നോക്കരുത്. ഒരു ആത്മീയന് നോക്കേണ്ട വഴികളുണ്ട്, ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആകാത്ത കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കരുത്. ആകാത്ത കാര്യത്തിൽ അവൻ ശ്രദ്ധ പതിപ്പിച്ചാൽ അവന്റെ ഉള്ളിൽ ആകാത്തത് പലതും കടന്നു കയറും. നമ്മൾ ആകാത്ത കാര്യങ്ങളിൽ ചിന്ത കൊണ്ടുപോയാൽ, ശ്രദ്ധ പതിപ്പിച്ചാൽ, ദൃഷ്ടി പതിപ്പിച്ചാൽ, ചെവി കൊടുത്താൽ
ആകാത്തത് പലതും നമ്മുടെ കണ്ണിലും ഹൃദയത്തിലും വന്ന് കയറും. ഇത് സ്വതം നമ്മളിങ്ങനെ പോകുമ്പോൾ പാപം ജനിക്കുമാർ നമ്മുടെ കണ്ണ് ഏതെങ്കിലും വസ്തുവിലോ എവിടെയെങ്കിലും ചെന്ന് വെട്ടുമെന്ന് കരുതുക. പാപം ജനിക്കുമാർ നമ്മുടെ കണ്ണ്, ഒരു ദൃഷ്ടി എവിടെയെങ്കിലും അതേ പാപം ജനിക്കുവാനുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് അത് പെട്ടാൽ ഉടനെ തന്നെ ഒരു ദൈവത്തിന്റെ പൈതൽ, ഒരു ദൈവിക ഒരു ആത്മബോധമുള്ള പരിശുദ്ധ ദൈവമാണെങ്കിൽ ദൈവമേ എന്ന് പെട്ടെന്ന് സ്വർഗീയ ദർശനത്തിലേക്ക് പോകും. ഇന്ന് ദൈവമേ എന്ന് പറഞ്ഞവൻ കണ്ണടച്ച് അവൻ ചിമ്മി മാറും. എന്നാൽ ദൈവഭയമില്ലാത്തവനാണെങ്കിൽ അവനൊന്നും കൂടി കാണുവാനായിട്ട് ഒളിഞ്ഞു നോക്കും. പിന്നെയും കണ്ട് ദൃഷ്ടി പതിപ്പിച്ചിരിക്കും, പിന്നെ നോക്കിക്കൊണ്ടിരിക്കും. സംഘടനക്കാരൻ പറഞ്ഞ പോലെ ദുഷ്ടന്മാരെ പ്രകാരം നടക്കാതെയും ഭാവിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസം ഇരിപ്പെടുത്തി ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ നമ്മള് ആകാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്. ആകാത്ത കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് യോജിക്കാത്ത ഒരു കാര്യം പറഞ്ഞാൽ ചെവി കൂമ്പിച്ച് ഇല്ല. ചില നേതാക്കന്മാർ പോകുമ്പോൾ ആ ചാനലുകാർ മൈക്കും കൊണ്ട് ചെല്ലാറുണ്ട്. നേതാക്കന്മാർ ഇങ്ങനെ പോകുന്നുള്ളവരെ ഏതെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന നേതാക്കന്മാർക്ക്, ഏതെങ്കിലും വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങളുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ക്രിമിനലുകളോ മറ്റും പോകുന്നുണ്ട്. അല്ലെങ്കിൽ നേതാക്കന്മാർ തന്നെ പോകുമ്പോൾ പ്രത്യേകമായ ചില രാഷ്ട്രീയ സാഹചര്യം ഉള്ളപ്പോൾ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വരുത്താത്തൊക്കെയാണ് ചാനലുകാർ ഇങ്ങനെ മയക്കുമാറ്റി ഇങ്ങനെ അവരുടെ മൂക്കിന്റെ നേരെ വായിക്ക് നേരെ ഇങ്ങനെ കൊണ്ടുവരും. ചില നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്യാതെ അവരങ്ങ് പോകും. ചിലരാണെങ്കിൽ ഇങ്ങനെ മയക്കും കൊണ്ട് ചെല്ലുമ്പോൾ നിന്നങ്ങ് പറഞ്ഞു പോകും, അറിയാതെ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞിട്ട് ആവശ്യം പിന്നെ അത് തന്നെയാവും മേളം, പിന്നെ അത് തന്നെ വലിയ വിഷയമായി തീരും എന്ന് പറഞ്ഞ പോലെയാണ് വിശ്വാസികളായിരിക്കും നമ്മളും. ആവശ്യമില്ലാത്തത് ഒന്നും നമ്മൾ ചെവി കൊടുക്കരുത്. എൻ്റെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമില്ലാത്ത കാര്യമാണ് എന്ന് ബോധ്യമാണെങ്കിൽ നമ്മൾ അതിന് ചെവി കൊടുക്കരുത്. പറയുന്നവർ പറയട്ടെ, കേൾക്കാൻ ചിലപ്പോൾ സുഖം കാണും. ആര് പറഞ്ഞാലും, ഭാര്യയായാലും ശരി, ഭർത്താവായാലും സഹോദരങ്ങളായാലും മാതാപിതാക്കളായാലും സ്നേഹിതരായാലും ആരായാലും ശരി, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്ക് ആത്മീയ ജീവിതത്തിന് പ്രയോജനമില്ല എന്ന് കണ്ടാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെവി കൊടുക്കരുത്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യാതൊരു പ്രയോജനമില്ല. അത് കേൾക്കുന്നതുകൊണ്ട് നമുക്കൊരു നേരത്തെ അരി കിട്ടുകയില്ല. അത് കേൾക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ നമുക്കൊരു നേരം പൊസിഷൻ ഒന്ന് മാറ്റം ഉണ്ടാകുകയില്ല. അത് കേൾക്കുന്ന അഭിഷേകത്താൻ പറയുന്നൊന്നും സംഭവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒന്നും കേൾക്കരുത്. ആവശ്യത്തിൽ കേൾക്കാൻ പോകരുത്, ആവശ്യത്തിൽ ദൃഷ്ടി പതിപ്പിക്കരുത്, ആവശ്യത്തെ കാര്യം ചിന്തിക്കരുത്. നമ്മൾ ഈ തറയ്ക്കകത്തൂടെ കണ്ട നാട്ടിലൂടെ പോകുന്ന പക്ഷികൾക്കെല്ലാം പറക്കാൻ പറ്റുന്ന ഒരു വാസസ്ഥലമാക്കി തീർക്കരുത്. പക്ഷികളെല്ലാം പറക്കുമെന്നേ, പക്ഷികളെല്ലാം ഇഷ്ടം പോലെ പറക്കും ആകാശത്തിലൂടെ. എന്നാൽ ഈ പോകുന്ന പറവുകൾക്കെല്ലാം കൂടുകൂട്ടാൻ തക്കവണ്ണമുള്ളതാകുന്ന ഒരു നല്ല ഒളിവിടമാക്കരുത് നമ്മുടെ തലയും തലച്ചോറും. ആയിരമായിരം ചിന്തകളിൽ നമ്മുടെ അടുക്കിലൂടെ കടന്നു വരും. മനുഷ്യന്റെ ചിന്താമണ്ഡലം എന്ന് പറഞ്ഞാല് അത് ഹൈ സ്പീഡാണ്. ഇന്നത്തെ 5Gയോ അല്ലെങ്കിൽ 6Gയോ അല്ലെങ്കിൽ 8Gയോ ഒക്കെ പറയുന്നതിന്റെ അപ്പുറം ഹൈ സ്പീഡാ, കത്തി എരിഞ്ഞു പോകും. ഇവിടെ ഞാനിപ്പോ ഇരിക്കുന്ന എനിക്ക് വേണമെങ്കിൽ 1000-10,000 കിലോമീറ്റർ ദൂരെയുള്ള ഒബാമയെ കുറിച്ച് ചിന്തിക്കാൻ വളരെ വേഗത പറ്റും. ഒബാമയെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ചില 100 കിലോമീറ്ററുകൾക്ക് ഇടയിലുള്ളതാകുന്ന പിന്നെ വേറൊരു നേതാവിനെ കുറിച്ച് അല്ലെങ്കിൽ വേറൊരു പ്രസിഡന്റിനെ കുറിച്ച്, ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ ചിന്തകളെ വേഗം തിരികെ ഫ്രാൻസിൽ കൊണ്ടുപോകാം. എനിക്ക് അതിന് വേണ്ടി ടിക്കറ്റ് കൂടി മുടക്കണ്ട, പ്ലെയിൻ ടിക്കറ്റ് എടുക്കണ്ട, വിസ വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് വേഗത്തിലേക്ക് ഇടുക്കിയിലിരിക്കുന്നതാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ഈ തലച്ചോറിനകത്ത് നമുക്ക് ചിന്തിക്കാൻ യാതൊരു ലിമിറ്റുമില്ല. ഇഷ്ടമുള്ളതെല്ലാം ചിന്തിക്കാം. പക്ഷെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതലിന് ചിന്തിക്കാൻ യോഗ്യമായത് മാത്രമേ ചിന്തിച്ചു കൊണ്ടിരിക്കാവൂ. ചിന്തകൾ പലതും കടന്നു വരും, പക്ഷേ സകല ചിന്തകൾക്കും നമ്മുടെ തലച്ചോറിനകത്ത് വസിപ്പാൻ അവസരം കൊടുക്കരുത്. ചിന്തകൾ പലതും കടന്നു വരും. മനുഷ്യന്റെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എന്നാൽ നമുക്ക് അനുകൂലവും പ്രയോജനമുള്ള ചിന്തകൾ മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. അല്ലെ, ദൈവം തമ്പുരാൻ നമ്മളെ പലപ്പോഴും പട്ടിയുടെ മുൻപാകെ ഇങ്ങനെ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന പോലെ ദൈവം നമ്മുടെ മുൻപാകെ ഓരോരോ ഇരയെ ഇട്ടിട്ട് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം യേശുക്രിസ്തുവിനെ പോലും പരീക്ഷിച്ചില്ലേ? യേശുക്രിസ്തു ശുശ്രൂഷയുടെ ആത്മകാലത്ത് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുന്നു, പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ അവന് മരുഭൂമിയിലേക്ക് അയച്ചു. സ്വന്തം പുത്രനാകുന്ന ക്രിസ്തുവിനോട് ദൈവം കാണിച്ച പണിയതാണ്. സ്വന്തം പുത്രനാകുന്ന ക്രിസ്തുവിനോട് ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശു ഭൂമിയിൽ ജനിച്ചു തന്നെ എന്തിനാണ്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഈ ഭൂമിയിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, നിത്യതയ്ക്ക് വേണ്ടി ഒരുവരെ ഒരുക്കാൻ വേണ്ടിയാണ്, സകല മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സകല ഭാവികളെയും നിത്യമായി സ്വർഗത്തിൽ എത്തിപ്പന്തക്കവണ്ണമാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. യേശു ജനിക്കുക എന്നുള്ളത് പിതാവായ ദൈവം തന്നോടത്തായിരുന്ന ക്രിസ്തുവിനെ അത് ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശുവായി ജനിച്ചു, ക്രിസ്തുവായി തീർന്നു.
യേശു എന്ന് പറഞ്ഞത് ജഡീകമാകുന്ന അല്ലെങ്കിൽ ഒരു മാതാ യോസഫിനും മറിയായ്ക്കും ഉണ്ടായ ഒരു മകനാണ് യേശു. എന്നാൽ ക്രിസ്തു വേറെയാണ്. പലർക്കും പലപ്പോഴും അറിയുകയില്ല. യേശു എന്ന് പറയുന്നത് യോസഫിനും മറിയായ്ക്കും ഉണ്ടായ മകനാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതെ സകല മാനവകുലത്തിനെയും പാപത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ക്രൂശിൽ മരിച്ചവൻ ആരാണ്? ക്രിസ്തു. അങ്ങനെയാണ് യേശു ക്രിസ്തു എന്ന് പറയാൻ കാരണം. 30 വയസ്സ് വരെ യേശു ക്രിസ്തു അല്ല. യേശു മാത്യുവിനെ പോലെ അല്ലെങ്കിൽ ലിബിനെ പോലെ അല്ലെങ്കിൽ മറിയാമ്മെ പോലെ അല്ലെ ഏലിയാമ്മെ പോലെ യോസഫിനെ പോലെ അങ്ങനെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു യേശു 30 വയസ്സ് വരെ. എന്നാൽ പിതാവായ ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് ഒരു പ്രത്യേകമായ ശുശ്രൂഷ ഉദ്യമത്തിന് വന്നപ്പോൾ ക്രിസ്തുവായി തീർന്നു. ക്രിസ്തു എന്താണ്? രക്ഷകൻ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു ആദ്യം നമുക്ക് രക്ഷകനല്ലായിരുന്നു. 30 വയസ്സ് വരെ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അപ്പൻ്റെ അമ്മയുടെ കൂടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് സഹായിച്ച് അപ്പൻ്റെ അമ്മയ്ക്ക് അനുസരിക്കപ്പെട്ടു. അതൊരു പേര്. പക്ഷെ അവൻ ക്രിസ്തുവായി തീർന്നു. ക്രിസ്തുവായി തീർന്നുകൊണ്ടാണ് നമുക്ക് യേശു ജനിച്ചതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. എന്നാൽ യേശു എപ്പോൾ ക്രിസ്തുവായോ നമ്മളെയൊക്കെ രക്ഷിക്കാൻ തക്കമാണ്. അതാണ് നമ്മുടെ രക്ഷ. എന്ത് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പിന്നെയും നമ്മളെ ആശ്രയിക്കണം. നമ്മൾ ദൈവത്തിന്റെ സന്നിധി വളരെ ഒരുക്കമുള്ളതായിരിക്കും. നമുക്ക് എല്ലാം ഒന്നും കേൾക്കാൻ അവസരം ഉണ്ടാകരുത്, എല്ലാം ഒന്നും കാണാൻ അവസരം ഉണ്ടാകരുത്. യോജിച്ചാൽ മാത്രം നമുക്കൊരു ഒരു അരിപ്പ ഉണ്ടായിരിക്കണം. നമ്മുടെ ആ ജീവിതത്തിൽ ചിന്തകൾക്ക് ഒരു അരിപ്പ ഉണ്ടാകണം, കണ്ണുകൾക്ക് ഒരു അരിപ്പ ഉണ്ടാകണം. നമുക്ക് ആവശ്യമുള്ളവർ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാവൂ. ആത്മീയമാണ് നമുക്ക് വിഷയം. നമുക്ക് വിഷയം ഇവിടെ കണ്ടതെല്ലാം കണ്ടതെല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് സുഖിച്ച് ജീവിക്കാനല്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ മാന്തി വിടുമ്പോഴേ 1000 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് വരും. കണ്ടതെല്ലാം പൊളിച്ചു വെച്ച് നോക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടേ, ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ, ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ലോകത്തിലുള്ള സകല ജഡീകവും പാപവും നഗ്നതകളും മറ്റും മറിച്ചതും 1000 കൂട്ടം കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ സ്ക്രീനിൽ കിടക്കുക. പൊട്ടനാണെങ്കിൽ മാങ്ങ കണ്ടതുപോലെ അതേ നോക്കിയിരിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. നമ്മള് അതിനെല്ലാം തൂത്ത് കളയും, അതിനെല്ലാം മായ്ച്ചു കളയും. നമുക്കത് കണ്ടുപതിപ്പിച്ച് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് ദൈവമക്കൾക്ക് വ്യവസ്ഥയില്ല. അതിനെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിറവും നിയോഗവും പരിശുദ്ധാത്മാവിന്റെ ആ നിയന്ത്രണമുള്ളവർക്ക് മാത്രമേ ഇവിടെ പാപമില്ലാതെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഏത് സമയം ഇവിടെ ആസാബിന് പറ്റിയത് എല്ലാം കണ്ണ് കാണാൻ കേൾക്കാൻ നമുക്ക് പറയാറ്. ദുഷ്ടന്മാരുടെ സൗഖ്യം എനിക്ക് അഹങ്കാരിയോട് തോന്നി. അപ്പൊ ദുഷ്ടന്മാരുടെ സൗഖ്യമൊന്നും നമ്മൾ നോക്കരുത്. ഒരുവന് വീടുണ്ടോ, ഒരുവന് കാറുണ്ടോ, അവന് തടിച്ച എന്താണ് വായിക്കുന്നത്? അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടുത്തിരിക്കുന്നു, അവർ മത്തിനെ പോലെ ഘട്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ. ഇതൊക്കെ നമ്മൾ പാളിപ്പോകുന്ന ചിന്താഗതികളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഭക്തൻ പറയുകയാണ്, അവർ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. ആകെ ഡെമ്മോർക്കും മാലയായിരിക്കുന്നു, ബലാത്കാരം അവർക്ക് വസ്ത്രം പോലെ ചുറ്റി. ഇതൊക്കെ തോന്നലാണ്. മാനുഷികമായിട്ട് നമ്മൾ വഴിതെറ്റി കഴിഞ്ഞ ചിന്തകൾ മാറിപ്പോകരുത്. ഒരു മനുഷ്യന് ഏറ്റവും കരുത്തുള്ള അവന്റെ ചിന്തയാണ്, ആരോഗ്യമല്ല. ചിന്തകൾ പോലുമാണ് ഒരുവന്റെ ആരോഗ്യത്തിന് കാരണമായി തീരുന്നത്. സ്തോത്രം. അവന്റെ ചിന്തകൾ നല്ല കരുത്തുള്ളതാണെങ്കിൽ അവന് ആരോഗ്യമുണ്ടാകും. എന്നാൽ ചിന്തകൾക്ക് നിദാനമായി തീർന്ന ആരോഗ്യമാണ് വേറെ വിഷയം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ചിന്തകൾ ബലപ്പെട്ടു നിൽക്കുന്നത്. അങ്ങനെ ഒരു ജീവശാസ്ത്രപരമായ ചിന്തകളുണ്ട്. ശരീരശാസ്ത്രം, ജീവശാസ്ത്രപരം, മനഃശാസ്ത്രപരമായിട്ടൊക്കെ നോക്കിയാൽ ഒരുവൻ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അവൻ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ അവന് ആരോഗ്യപരമായിട്ടുള്ള ശരീരത്തിൽ ചിന്തകൾക്ക് കരുത്തുണ്ടാകുമെന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നു. പക്ഷെങ്കിൽ ശരീരത്തിന് ആരോഗ്യമില്ല എങ്കിൽ തന്നെയും അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു ശാരീരിക അവസ്ഥയാണെങ്കിലും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് ആരോഗ്യപരമാകുന്ന ചിന്തകൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവൻ അവിടെ കാരാഗ്രഹത്തിന്റെ ഇരുളടഞ്ഞ മുറികളിൽ ആരോഗ്യം ക്ഷയിച്ചവനായിട്ട് പ്രതീക്ഷ മാനുഷികമായിട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോഴും പൗലോസ് സഭയോട് പറയുകയാണ്, ക്രിസ്തുവിൽ സന്തോഷിപ്പെന്ന് ഞാൻ ഇന്നെയും പറയുന്നു. നിങ്ങൾ സന്തോഷം, നിങ്ങൾ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ.
അവിടെ ആരോഗ്യപരമാകുന്ന ഒരു ഹൃദയം ഉണ്ടായത് കൊണ്ടാണ് പൗലോസിന് വാർദ്ധക്യത്തിന്റെ ക്ഷീണാവസ്ഥയിലും കരാഗ്രഹത്തിന്റെ ഇരുളടഞ്ഞ അവസ്ഥയിലും മരണഭയം തന്നെ അലട്ടുമാറ് അതേ അപ്രകാരമുള്ളതാകുന്ന പ്രത്യേക സാഹചര്യങ്ങളിലും റോമൻ കാരാഗ്രഹത്തിൽ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ സന്തോഷിപ്പേൻ, സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. അവിടെ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ടല്ല, മനസ്സിന്റെ ആരോഗ്യമാണ്. മനസ്സിന്റെ ആരോഗ്യം. അവന് ചിന്തകളിൽ അവൻ ധൈര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ചിന്തകളിൽ ധൈര്യമുണ്ട്. ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ പൈതലിനെ ചിന്ത, അതായത് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ആരോഗ്യപരമായ ചിന്തകളാണെങ്കിൽ എത്ര പ്രതികൂലങ്ങൾ വന്നാൽ നമ്മൾ താളരുകയില്ല, തകരുകയില്ല, കാലുകൾ വഴുതിപ്പോകുകയില്ല, കാലുകൾ ഏറെക്കുറെ ഇടറുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ വായിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് നിൽക്കുന്നു, അവരുടെ ഹൃദയത്തെ നിരൂപണങ്ങളെല്ലാം. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ കാട് കയറിയ ചിന്തകളിലേക്ക് പോവുകയാണ്. പലരും ഇങ്ങനെയാണ് കാട് കയറിയ ചിന്തകളിലേക്ക് പോകും. ഒരു കാര്യം ചിന്തിച്ച ആ ചിന്തയ്ക്ക് പിന്നെയും ചിന്തയിലിട്ടാൽ കുറച്ചുകൂടെ നല്ലൊരു ചിന്ത വരും. തടിക്കാരൻ ആശാരി എങ്ങനെ ഒരു തടി എടുത്തിട്ട് ഒന്ന് കടഞ്ഞെടുത്ത് ഒന്ന് വൃത്തിയാക്കുമ്പോൾ തോന്നും ഇതിനോട് ചേർത്ത് 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 ചിലതൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നും. ഒരു പീസ് കൊണ്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള പീസുകൾ, പല പീസുകളെ ചിന്തയിലിട്ട് അവരുടെ ചിന്തപ്രകാരം ചിന്തയിലിട്ട് അതിനെ മിനുക്കിയെടുത്ത് പല പീസുകളെ യോജിപ്പിച്ചായിരിക്കും ഏതെങ്കിലും ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു ഉപകരണമോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചറോ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു പീസ് കൊണ്ട് നടക്കുകയില്ല. ഒരു നല്ലൊരു കബോർഡ് ഉണ്ടാക്കണമെങ്കിൽ, നല്ലൊരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്തു ചിന്തയിലിട്ട് മിനുസപ്പെടുത്തി അതുകൊണ്ടൊന്നും ആകത്തില്ല. അതിനോട് ചേർത്ത് വേറെ ഒന്നുകൂടെ, അപ്പോൾ തോന്നും ഒന്നുകൂടെ പിടിപ്പിക്കാം, അപ്പോൾ തോന്നും വേറെ ഒന്നുകൂടെ പിടിപ്പിക്കാം, അപ്പോൾ തോന്നും അതിന് കൊമ്പിങ്ങനെ വേണം, അപ്പോൾ അതിന് കുളമ്പിങ്ങനെ വേണം. ഇങ്ങനെ അടുത്തൊട്ട് മുടിവരെ ഒരു ശില്പത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ ശില്പിയുടെ ഹൃദയത്തിലുള്ള ചിന്തകളിലൂടെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെയാണ്. ആവശ്യമില്ലാത്ത ചെറിയൊരു കാര്യം ഉണ്ടാകും, അപ്പോൾ ചിന്തിക്കും അതിന് പിന്നെ എന്തോ ആയിരിക്കും, പിന്നീട് അങ്ങനെ പോയാൽ എങ്ങനെയായിത്തീരും. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചിന്തിച്ച് വെറും കടുകുമണിയോളം നിസ്സാരമായ ഒരു കാര്യത്തെ ആന പോലെ ഒരു വിഷയമാക്കി നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകും. വേണ്ട എന്ന് വിചാരിച്ചാൽ ഒരു നിസ്സാരമായ പൊട്ടിത്തെറിച്ചു പോകുന്ന കടുകുമണി പോലെയുള്ളൂ. എന്നാൽ അതിന് നമ്മൾ ചിന്തിച്ചിരുന്നാൽ ആവശ്യമില്ലാത്തൊരു ആന പോലെ പർവ്വതം പോലെ ആ ചിന്തകളെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ദൈവത്തിന്റെ പൈതലിന് അപ്രകാരമുള്ളതാകുന്ന ചിന്തകൾ യോഗ്യമല്ല. ദൈവത്തിന്റെ പൈതലിന് അപ്രകാരമുള്ള ഒരു ചിന്തകൾ ആവശ്യമുള്ള കാര്യമല്ല. അത് ആത്മീയന് യോജിച്ചതല്ല. അവൻ ആത്മീയ മണ്ഡലങ്ങളിൽ തകർന്നു പോകും. സ്വന്തം ചെയ്യാം. വാസാവ് ഏറെക്കുറെയൊക്കെ കാലുകളായിരിക്കും. ഏറെക്കുറെ കാലുകൾ വഴുതിപ്പോയി. എന്താണ് കാരണം? അവന്റെ ചിന്തകളതിന്റെ കാരണം. അവരെ ജാതികളെ, മറ്റു മനുഷ്യരെ, പുറത്തുള്ള മനുഷ്യരെയൊക്കെ നോക്കിയിട്ട് അവരെയൊക്കെ കണ്ടപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ ഇല്ലാത്ത ജീവിതം, ഉന്തിയ കണ്ണ്, തടിച്ചു കൊടുത്ത ശരീരങ്ങള്, സമ്പന്നതയുടെ ഉത്സംഗങ്ങള്, അവരുടെയൊക്കെ ജീവിതത്തിലെ സംസാര രീതികള്, ആ ഗമണ്ടോടുകൂടിയ വർത്തമാനങ്ങള്, ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പൈതൽ, ദൈവത്തിന്റെ പൈതലിന്റെ ഏറെക്കുറെ ടയറിന് കാറ്റുപോയ ടയർ ചൊങ്ങിത്താഴേക്ക് ആ വണ്ടി സൈഡിലേക്ക് തിരിയുന്ന പോലെ ആസാപത്താണ് പോയി. നമുക്കറിയാം, റോഡിലൂടെ പോകുന്ന ഒരു വാഹനം, ഫുൾ ലോഡായിട്ട് പോകുന്ന വാഹനം ഏറെക്കുറെ അതിൻ്റെ 4 വീലും ടയറിൽ ആ റോഡിൽ കൊണ്ട് നിൽക്കുമ്പോൾ അത് നല്ല സ്റ്റേബിളാണ്, അത് നല്ല ലെവലാണ്. എന്നാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ടയർ കാറ്റൊന്ന് പോയി കഴിയുമ്പോഴല്ലോ ഗുമ്മാന്നും പറഞ്ഞിട്ട് മൂക്കുമുത്തി അവിടെ ഇങ്ങനെ അങ്ങ് താണു കിടക്കും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും. വലിയ തൻ്റെ അടുത്തോട്ട് ധൈര്യത്തോടൊക്കെ ഇരിക്കും. ചെറിയൊരു വാക്ക് കേട്ടാൽ മതി, ചെറിയൊരു ചിന്ത വന്നാൽ മതി, ചെറിയൊരു കാര്യം വന്നാൽ മതി, വേഗം മൂക്കുമുത്തി പഞ്ചറായി അത് വെടിതീർന്ന ടയറ് എൻ്റെ വെടിതീർന്ന ഭാഗത്തേക്ക് വണ്ടി ചരിഞ്ഞു കിടക്കുന്ന പോലെ ചരിഞ്ഞു കിടക്കുന്ന കാണാം. പക്ഷെ ഒരു ദൈവത്തിന്റെ പൈതലിന് ഒരിക്കലും അത് യോഗ്യമല്ല, അനുഭവമല്ല. നമ്മൾ ചിന്തിക്കുന്നത് ദൈവിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ആത്മീയകാര്യങ്ങളെ കുറിച്ച് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. 2 ദൈവദാസന്മാരെ കണ്ടാൽ, 2 ദൈവമക്കൾ തമ്മിൽ എപ്പോഴും കണ്ടുമുട്ടിയാൽ അവർ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത് ആത്മീയ കാര്യങ്ങളായിരിക്കണം. ധ്യാനാരുടെ ആ ദൂതുകൾ. ഇപ്പം തന്നെ നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ദേവദാസന്റെ പ്രസംഗം അനീഷ് കവാൻ പാസ്റ്ററെ ആ മെസ്സേജ് കേൾക്കാം. നമുക്കവിടെ അവിടുത്തെ പ്രോഗ്രാമിൽ നമ്മളായിരുന്നല്ലോ ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നു എല്ലാവരും കൊണ്ട് അന്ന് മുതൽ ഇവിടുത്തെ പാട്ടും കാര്യങ്ങളെല്ലാം അവിടുത്തെ നല്ല നല്ല ചിന്തകളാണ്. ആ ദൈവദാസന്റെ വായിലൂടെ കേട്ട നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല ഉപദേശങ്ങൾ, നല്ല നല്ല നിർദ്ദേശങ്ങൾ, നല്ല നല്ല ശാസനകൾ. ദൈവത്തിന്റെ പൈതലിനെ യഥാർത്ഥമായിട്ട് വിശുദ്ധമായി പറയപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഒരു ആത്മീകൻ അവനെ ശാസിച്ചാലും അവനെ ഗുണീകരണം നടത്തിയാലും എന്ത് ചെയ്താൽ അവനെ നീതിമാൻ എന്നെ അടിക്കുന്നത് നല്ലത്, അത് നിറയിൽ എണ്ണയ്ക്ക് തുല്യമാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാൽ
ആത്മീയമല്ലാത്ത ചില വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടിയാലോ നമ്മളൊരു പീസായി പോകും. നമ്മൾ ചിലരെ നമുക്ക് കണ്ടുകെട്ടിയപ്പോൾ നമ്മുടെ ആത്മീയതയുടെ നഷ്ടപ്പെട്ട് നമ്മൾ ചാർജ് പോവുകയാണ്. നമ്മൾ ആകെപ്പാടെ പിന്നെ ഭീരുവായി തീരുന്നതാണ്. നമ്മൾ ആകെപ്പാടെ ചെഞ്ചൽപ്പെട്ടു പോവുകയാണ്. എന്നാൽ ആത്മീയനായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടേ, ആ ഒരു ആത്മീയനായ വ്യക്തിയോട് സമ്പർക്കം ചെയ്ത് അവരോടൊന്ന് സംസാരിച്ച് അവരോടൊരു അല്പനേരം ഒന്ന് ഇടപഴകി നമുക്ക് എന്തോ ഒരു ചാർജ് ലഭിച്ച പോലെ ആയിത്തീരും. നമുക്കൊരു മുഖത്തൊരു പ്രസന്നത വരികയാണ്, ധൈര്യം വരികയാണ്. നമ്മൾ തന്നെ പറയാണ്, ഇല്ല ഞാൻ ജയിക്കും. ദാവീദ് പറഞ്ഞ പോലെ ഞാൻ എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൊട്ടു നേരെ. അതെ, നമ്മൾ അങ്ങനെയുള്ള പോസിറ്റീവ് എനർജിയിലൂടെ കടന്നു പോകണം. ഒരിക്കലും നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് നമ്മൾ തകർന്നു പോകരുത്. അവിടെ ആസാവിന് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? അവൻ നെഗറ്റിവിറ്റിയിലേക്ക് പോയി, അവൻ നെഗറ്റീവ് എനർജിയിലേക്ക് പോയി. അവൻ ആകെ കാലുകൾ ഇടറാൻ തുടങ്ങി. അങ്ങനെയാണ്, കാലുകൾ ഇടറും. എത്ര ധൈര്യത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന മനുഷ്യനായാലും ശരി, പെട്ടെന്നൊരു വാർത്ത കേട്ടാൽ മതി. എത്ര ആരോഗ്യമുള്ളൊരു മനുഷ്യനായാലും, എത്ര ആരോഗ്യമതിയായാലും, ആരോഗ്യവാനായാലും ശരി, എന്തെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? അവന് മനസ്സ് തകർന്നു പോയാൽ ശരീരം വഴുകിപ്പോകും. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പലരെയും മരണ വീടുകൾ നമ്മൾ ചിലപ്പോൾ കാണുന്നതാണ്. ആരോഗ്യവാനാണ്, ആരോഗ്യമതിയാണ്, ഭയങ്കര നന്ദിയിടമൊക്കെ ഉണ്ട്. പക്ഷെ തങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ ഒരു മരണം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ ആള് കൊഴിഞ്ഞു വീഴുന്നു, ആള് തകർന്നു പോകുന്നു. പിന്നെ ആളിനെ പിടിക്കാനായിട്ട് 4 പേര് കൂടെ വന്ന് ആ ആരോഗ്യമതി അല്ലെ ആരോഗ്യവാനായിരിക്കുന്ന വ്യക്തിയെ 4 പേര് ചേർന്ന് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ വഴുതി പോവുകയാണ്. എന്താ? കാൽ നേരത്തെ ഉള്ളതല്ലേ, കൈ നേരത്തെ ഉള്ളതല്ലേ, ശരീരം നേരത്തെ ഉള്ളതല്ലേ, എല്ലാം അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ എന്താ പറ്റി? വിൽ പവർ പോയി, മനസ്സിന്റെ ധൈര്യം പോയി, മാനസികമായിട്ട് തകർന്നു. മാനസികമായിട്ട് തകർന്ന അവസ്ഥയിൽ ആളിന്റെ അവസ്ഥകൾ കുഴഞ്ഞു വരികയാണ്, വഴുകിപ്പോവുകയാണ്, നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയാണ്. ഇതാണ് ഇത്രയുള്ള മനുഷ്യൻ. അപ്പം നമ്മുടെ നല്ല ആരോഗ്യവും നല്ല ചിന്തകളുമാണ് നമ്മളെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നത്. നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് വാക്കുകളും നെഗറ്റീവ് കാര്യങ്ങളും ഇവിടെ പരാജയപ്പെടുത്തും. ഇവിടെ പറ്റിയിരിക്കുന്ന വിഷയം ഇതാണ്. ഇവിടെ നമ്മൾ തുടർന്ന് വളരെ വേഗം വായിച്ചു പോകാം. ഈ വിഷയം ഒന്നടങ്കം നമുക്ക് പഠിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇത് കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും പരിശുദ്ധാത്മാവിൽ നമ്മളൊരു പരിവർത്തനം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇതിനെ മൊത്തമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് വളരെ വേഗത്തിൽ കടന്നു പോകാം. സമയം വളരെ വേഗം നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. ഇവർ വായിക്കുന്ന 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഇത് നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. എന്നാൽ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നവർ വായ അവര് നശിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. ദൈവസ്തോത്രം. അവര് ദുഷ്ടതയോടുകൂടി സംസാരിക്കുകയാണ്, ഉന്നത ഭാവത്തോടുകൂടി സംസാരിക്കുകയാണ്. അവരും വഴിയിൽ തെറ്റിപ്പോകുന്നു, അവരുടെ പിന്നാലെയുള്ളവരെയും വഴി തെറ്റിച്ച് കാണുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ബാംഗ്ലൂരിലാണെങ്കിൽ ഒരു വലിയൊരു പുള്ളിക്കാരൻ, എനിക്ക് പാസ്റ്റർ എന്ന ഉപദേശമൊന്നും പറയാൻ പറ്റുകയില്ല, അങ്ങനെ പാസ്റ്റർ എന്ന ഉപദേശികൾക്ക് പേരിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇപ്രകാരം നിറകെട്ട നികൃഷ്ടമാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരെ പാസ്റ്റർ എന്ന പദം കൂട്ടിച്ചേർത്ത് പറഞ്ഞ് ആ പദത്തിന് ശുദ്ധി നഷ്ടപ്പെടുത്തരുത്. ഇപ്രകാരമുള്ളവരെ ഉപദേശി എന്ന പേര് കൂട്ടിച്ചേർത്ത് അവരുടെ പേരോട് ചേർത്ത് പറഞ്ഞ് ആരോ എനിക്ക് അവരെ കുറിച്ചൊന്നും അറിയത്തില്ല, കൂട്ടിച്ചേർത്ത് പറഞ്ഞ് ഉപദേശി എന്ന് പറഞ്ഞ പദത്തിന്റെ പദശുദ്ധി ഇല്ലാതാക്കി കളയരുത്. കാരണം അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്രയ്ക്ക് നീചവും നികൃഷ്ടവുമാണ്. ഇത് കേൾക്കുന്ന ഇന്നത്തെ തലമുറകൾ ഒരുമാതിരി വിശുദ്ധീകരണം ജീവിതത്തിൽ പുലർത്തുവാൻ അത് ആഗ്രഹിക്കാത്ത, അതിനു വേണ്ട ആത്മനിയന്ത്രണമില്ലാത്തവർക്ക് കാടുകയറി വഴിതെറ്റി ദുഷ്ടപിശാചിന്റെ സൊദോം ഗൊമോറ പോലെ ആകത്തക്ക വിധത്തിൽ പിശാച് വശീകരിക്കത്തക്കുള്ള വാക്കുകൾ. ഇതാണ് വിഷയങ്ങൾ. ഒരുവൻ പാപം ചെയ്യുമ്പോൾ അവൻ പാപം ചെയ്യുന്നു, അവന്റെ പാപത്തിലേക്ക് അവനെ കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം പോകത്തക്ക രീതിയിൽ ദുഷ്ടപിശാചിനാൽ അവനൊരു ചങ്ങലയായിത്തീരുന്നു, ഒരു വലയായിത്തീരുന്നു. അവൻ അങ്ങനെ ജനത്തെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു, വലിച്ചു പിടിക്കുകയാണ്. വളരെ സൂക്ഷിക്കേണ്ട കാലമാണ് ഇത്. ദുഷ്കാലമാക്കിയാൽ വചനം പറയുന്നു, ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളൂ. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം. എല്ലാവരുടെയും വാക്കുകൾ കേൾക്കരുത്. ഞാൻ എപ്പോഴും എവിടെയും പറയാറുള്ള വിഷയമാണ്, കണ്ടവരെല്ലാം പ്രസംഗിക്കുന്നത് പോയി കേൾക്കരുത്. നല്ല കാര്യങ്ങൾ കൂടുതൽ പറയും. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത്
കുഞ്ഞുങ്ങൾക്ക് കയ്പുള്ള കഷായമാണെങ്കിൽ ഇഷ്ടമല്ല, ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കും, ഇച്ചിരി തേന് ചേർത്ത് കൊടുക്കും. എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആത്മീയ ഗോളത്തിന്റെ അതേ മണ്ഡലങ്ങളെ തകർക്കാൻ തക്കണം ദുഷ്ടനായ പിശാച് പലരെയും ഉപയോഗിക്കുന്നത് വളരെ നല്ല നല്ല ചില വാക്കുകൾ കൊണ്ടാ. ആ ആദ്യം കേൾക്കുന്ന നല്ല നല്ല വാക്കുകളും നല്ല നല്ല ചിന്തകളും ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ അതിലേക്ക് ആകർഷിക്കും. 1 മണിക്കൂർ നേരം അവർ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ 1-2 കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബലഹീന വിശ്വാസി അവരുടെ ബലം ക്ഷയിച്ചു പോകും. ബലഹീന വിശ്വാസി പാപത്തിലേക്ക് വഴുതി വീഴുവാനും അവർ ചിന്തിക്കാൻ തുടങ്ങും. അവർക്ക് എങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കെന്താ കുഴപ്പം, അവരെങ്ങനെ ചെയ്തെങ്കിൽ എനിക്കെന്താ കുഴപ്പം, അയ്യോ അത്രയും വലിയൊരു പാസ്റ്റർക്ക് എങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കെന്താ കുഴപ്പം, അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉള്ളതാകുന്ന ചില പാപബോധ ചിന്തകൾ നമ്മൾ ജനിച്ചിട്ട് നമ്മളെ ദുഷ്ടാപിശാച് നരകത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പലതരത്തിൽ ഞാൻ പലപ്പോഴും പലരോടും പറയാനുള്ള വിഷയമാണ്, ഇവിടെയും പറയുന്ന വിഷയമാണ്. നമ്മളെല്ലാവരുടെയും പ്രസംഗങ്ങളും എല്ലാവരുടെയും കാര്യങ്ങൾക്ക് നമുക്ക് ആത്മനിയന്ത്രണം ഇല്ല എങ്കിൽ നമ്മളെല്ലാവരുടെയും പ്രസംഗം കേൾക്കാനായിട്ട് അത് ഓർക്കരുതേ. നമ്മളുടെ ബലഹീന ഹൃദയമാണെങ്കിൽ നമ്മൾ പാപത്തിലേക്ക് പിശാച് വഴിതിരിച്ച് കൊണ്ടുപോകും. നമ്മൾ കരുതും അതും കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല, ആൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കെന്താ കുഴപ്പം, ആളുടെ മക്കൾ വാങ്ങി എനിക്കെന്താ കുഴപ്പം, ആ പാസ്റ്റർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കെന്താ കുഴപ്പം. ആ പാസ്റ്റർ ദുഷ്ടപിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നരകകൂപത്തിന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് സ്വയമേ ചിന്തിക്കാൻ കൃപയില്ലാത്തവര് അതിനകത്ത് അകപ്പെട്ടു പോകും, അല്ലെങ്കിൽ അങ്ങനെ പാപത്തിൽ അകപ്പെട്ടു പോകും. വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തെ വിശ്വാസത്തിന്റെ വിശുദ്ധിയെ കെടുത്തിക്കളയുന്ന ഒത്തിരി സാധനങ്ങളുമായിട്ട് മെറ്റീരിയലുകളുമായിട്ട് ഇന്ന് ഒത്തിരി എണ്ണം ഈ സുവിശേഷം ഓർത്തി കിടന്ന് കറങ്ങുകയാണ്. സ്തോത്രം. അവർക്ക് വിശുദ്ധിയും വേർപാട് നിത്യതയൊന്നും അല്ല വിഷയം, അവർക്ക് ആകുലയുള്ള വിഷയം അഭിവൃദ്ധിയാണ്. അവർക്ക് ഈ ലോകത്തിലെ ആർപ്പാടവും ആഡംബരമായ ജീവിതമാണ് അവർക്ക് വലുത്. അതല്ലാതെ വിശുദ്ധിയോടുകൂടി ജീവിക്കുക, വേർപാടോട് ജീവിക്കുക, നിത്യതയിലെത്തുക എന്നുള്ളതല്ല ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രത്യാശ. ആര് വെറുത്താലും ആര് ഉപേക്ഷിച്ചാലും ആര് മോശമെന്ന് പറഞ്ഞാലും വകവെക്കേണ്ട കാര്യമല്ല, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ദൈവം നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ? ദൈവം നമ്മളെ കുറിച്ച് ദോഷമായി പറയുവാനും ദൈവം നമ്മളെ കുറിച്ച് ദോഷമായി ചിന്തിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട്, വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഇടപാടുകൾ കൊണ്ടോ കൂട്ടുകെട്ട് ബന്ധങ്ങൾ കൊണ്ടോ ഉണ്ടാകരുത്. നമ്മൾ പരാജയപ്പെട്ടു പോകും. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. ഇവിടെ തമിഴ് വായിച്ച് വരുമ്പോൾ കാണുന്നുണ്ട്, അത് വായാകാശത്തോളം തുറക്കുന്നു, ഭൂമിയോളം. ഇന്നത്തെ സമൂഹത്തിൽ പിശാച് ഇങ്ങനെ അനേകരെയും അത് ഇപ്രകാരം വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ അതിലേക്ക് തിരിക്കുന്നു, ധാരാളം വെള്ളം ഭരിച്ചു കുടിക്കുന്നു, പാപം ഭരിച്ചു കുടിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്നൊരു പ്രസംഗം, അതിനെ അനുകൂലിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ആ അനുകൂലിച്ച് പറയുന്നവരെ നമുക്ക് ഒറ്റ അളവിന്, അതിന് വേറെ അളവൊന്നും വേണ്ട, വേറെ ത്രാസൊന്നും വേണ്ട. നമുക്ക് കണ്ണിൽ കൊണ്ട് തന്നെ അത് വാക്കുകൊണ്ട് തന്നെ നമുക്ക് അവരെ അളക്കാൻ പറ്റും. ഏറെക്കുറെ ചക്കക്കത്തെ ശങ്കരനാണെന്നുള്ളത്. അതിന് സ്ഥലം എന്നാ കട്ടുതിരുന്നവനെ ഒരു കള്ളനെ കുറ്റക്കാരനായിട്ട് പറയത്തില്ല. മോശമുള്ളവൻ മോഷിക്കുന്നവനെ തെറ്റുകാരായിട്ട് പറയുന്നത് സാഹചര്യമായിട്ട് അവന്റെ അവസ്ഥ അങ്ങനെയായെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് വരേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനവനെ പ്രൊട്ടക്ട് ചെയ്യും. ഏതൊരു സ്വന്തം. എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതലോ അവൻ രക്ഷപ്പെടുന്നവനായിരിക്കണം. അതല്ലേ സ്വന്തം. നമുക്ക് വേണമെങ്കിൽ യോസഫിനെ കുറിച്ച് ചിന്തിക്കാമല്ലോ. യോസഫിന്റെ പൊത്തിഫറിന്റെ വീട്ടില് അവിടെ പൊത്തിഫറിന്റെ ഭാര്യ അത്രയും നല്ലൊരു സാഹചര്യത്തിൽ, അത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ അവനെ അപ്രകാരം യോസഫിനെ ഒരു പാപത്തിലേക്ക് വലിച്ചഴിച്ചപ്പോൾ അവന്റെ ഉടുവസ്ത്രം പോലും കളഞ്ഞിട്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ തെറ്റ് ചെയ്യുവാൻ, ഒരു പാപം പറയുവാൻ, ചില കുട്ടികെട്ടുകാർ നമ്മുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ ചില സാഹിത്യം അതുകൊണ്ട് കാത് ചേർത്ത് വെക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മീഡിയക്കാര് മൈക്ക് കൊണ്ടുവരും, അത് എന്ന് പറഞ്ഞു നമ്മൾ ചെവി കൊണ്ടുപോകരുത്. നമുക്കത് യോജിച്ചല്ല. എനിക്ക് നന്മയോ എനിക്കത് വിഷയമല്ല. എന്റെ അപ്പൻ ഈ കാര്യത്തിൽ ഇഷ്ടമുണ്ടോ എന്ന് ആഗ്രഹിക്കത്തില്ല. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. കാരണം ചിലതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് വ്യക്തിബന്ധങ്ങൾ ഒത്തിരി അങ്ങ് അകന്നു പോകും. വ്യക്തിബന്ധങ്ങൾ അകലാൻ കാരണമായ ഒരു കാര്യങ്ങളും അറിയാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ എനിക്ക് വലിയ വേദനയുമാണ്. അത് പോട്ടെ. നമ്മളിപ്പോ എന്നെ കുറിച്ച് ഇപ്പൊ സുമതി ചേച്ചി എന്തെല്ലാം പറഞ്ഞു, പലകൂട്ടം കാര്യങ്ങൾ പറഞ്ഞു കാണും. ഞാനിനി സുമതി ചേച്ചി പരിചയമുള്ളവരെല്ലാം അടുക്കൽ ചെല്ലുകയാണ്. സുമതി ചേച്ചി അറിയാമോ? അറിയാം. ഇന്നടത്ത് ഇന്നവരാ അറിയാമോ? അറിയാം. പിന്നെ എന്നെ കുറിച്ച് വല്ലതും പറയാറോ വല്ല ഉണ്ടോ? പിന്നെ പാസ്റ്റർ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ പക്ഷെ ഇന്ന് പറയുന്നവർക്കല്ല പണ്ട് പറഞ്ഞത്. അത് ഇങ്ങനെയാണ്.
എന്നിട്ട് എനിക്കറിയാം അവരങ്ങനെ പറയും. ക്യാഷിന്റെ ആയുധമായി തീരേണ്ട ഈ കാര്യം എനിക്കുണ്ടോ? എനിക്കെന്റെ ആവശ്യമുണ്ടോ? എന്നെ കുറിച്ച് ആരെന്തോ പറഞ്ഞു, അത് ഭാര്യ ആയിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എന്തോ പറഞ്ഞോ, എന്റെ ആത്മീയതയ്ക്ക് പ്രയോജനമുള്ള കാര്യമാണോ, നിത്യതയ്ക്ക് പ്രയോജനമുള്ള കാര്യമാണോ എങ്കിൽ മാത്രം അതിന് ചെവി കൊടുക്കുക. അത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ അകലുവാൻ, രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹങ്ങൾ ഇല്ലാതെയാകുവാൻ, രണ്ട് വ്യക്തികൾ തമ്മിൽ അകലാൻ തുടങ്ങുമ്പോൾ പിശാച് നമ്മളെ പ്രവർത്തിക്കാൻ തുടങ്ങും. പിശാചിരിക്കുന്ന മക്കളെ, എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഈ പ്രദേശത്ത് തന്നെ ഉള്ളതാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു അവർ സഹോദരന്മാർ തമ്മിൽ എന്തോ ചില അതിര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ചില കേസും വഴക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ വേദനയുണ്ടായി. ഞാൻ അവരുടെ മുൻപാകെ ഒന്നുമല്ല, ഞാൻ അവരുടെ മുൻപാകെ ആരുമല്ല. പക്ഷെ എങ്കിലും ഞാനൊരു ദിവസം അവിടെ ചെന്നു. ഞാൻ ചെന്നു, ആദ്യം അനിയൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യം പറയാം. എന്താണ്? പറഞ്ഞോട്ടെ. ഞാൻ വന്നത്, നമ്മുടെ ഈ വണ്ടിക്കോട് കോട്ടയത്ത് ഈ ദേശത്തിൽ നിങ്ങൾ രണ്ടുപേരും എനിക്കറിയാം അപ്പച്ചൻ്റെ കാലം മുതലേ ദൈവഭയമുള്ളവരാണ്. നിങ്ങൾ ഇവിടുത്തെ അങ്ങനത്തെ ഒരു മോശമായി ജീവിക്കുന്നവരോ അങ്ങനെയുള്ളവരല്ല. നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ വളരെ സ്നേഹബന്ധമുള്ളവരായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അറിയുന്നു നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി എന്നും നിങ്ങൾ പ്രയാസം ഉണ്ടായെന്നും. അച്ഛാ എന്തായാലും അതെന്നെ ക്ഷമിക്കണം അച്ഛാ, പോട്ടെന്ന് വെക്കണം അച്ഛാ. അച്ഛാ അതിനകത്ത് യാതൊരു കാണാൻ നിങ്ങളൊക്കെ തമ്മിൽ തന്നെ തല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ, സഹിക്കത്തില്ല അച്ഛാ. നിങ്ങളെയൊക്കെ അതുപോലെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ പ്രയാസം ഉണ്ടായി, അങ്ങനെ പിന്നിച്ച്. എന്നിട്ട് ഞാൻ ജ്യേഷ്ഠൻ്റെ വീട്ടിലും ചെന്നു. അച്ഛാ നിങ്ങൾ തമ്മിൽ ഇന്നൊരു തമ്മിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം നിങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ അച്ഛാ, ഭയങ്കര വേദന തോന്നുന്നുണ്ട് അച്ഛാ. ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ തല്ലി കേസും വഴിക്കാവുന്ന കാണാനും കൊണ്ട് എനിക്ക് പറ്റത്തില്ല അച്ഛാ. എന്നെ ഓർത്തെങ്കിലും അവർ രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, ഇന്നവർ രണ്ടുപേരും ഭൂമിയിലില്ല, എന്നാൽ അവരുടെ മക്കളൊക്കെ ഉണ്ട്. നമ്മള് പ്രശ്നങ്ങൾ വളർത്തുന്നവരായി തീരരുത്, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നവരായി തീരണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാൻ തുനിയരുത്. അറിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ശത്രുത വർദ്ധിക്കും. ഈ ശത്രുത ഉണ്ടാക്കുന്ന ആരാണ്? ദുഷ്ടപിശാചാണ്. വൈരാഗ്യം ഉണ്ടാക്കുന്ന ആരാണ്? ദുഷ്ടപിശാചാണ്. ഭിന്നിപ്പുണ്ടാക്കുന്ന ആരാണ്? ദൈവം പറയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എനിക്കിന്നൊരു പ്രേരണ ഇന്ന് രാവിലെ വെളുപ്പിനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. അത് ഗ്ലോറി, ഹല്ലേലൂയ. അവളെ രണ്ട് പറയണം, അവരെ തമ്മിൽ ഭിന്നിപ്പിക്കണം, അവർ തമ്മിൽ തരിപ്പണമാകണം എന്ന് ഒരു പരിശുദ്ധാത്മാവും പറയുകയില്ല. അങ്ങനെ നമ്മളൊരു പ്രേരണ ഉണ്ടായെങ്കിൽ നമ്മൾക്ക് തന്നെ ഒറ്റ അടയാളം ലഭിക്കാൻ സാധിക്കും. എന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല, മറിച്ച് ദുഷ്ടപിശാചിന്റെ പ്രവൃത്തികളാണ്. ഒരിക്കലും ഞാൻ ഈ ദുഷ്ടപിശാചിന്റെ പദ്ധതിയിൽ അകപ്പെട്ട് അവന്റെ പൂണിയിലെ ആയുധമായി ഞാൻ തീരുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ദുഷ്ടപിശാചിന്റെ പൂണിയിലെ ആയുധമായി തീരരുത് പ്രിയരെ നമ്മൾ. മനുഷ്യ ബന്ധങ്ങളെ നിലനിർത്തുക, അരക്കെട്ട് ഉറപ്പിക്കുക. അതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യങ്ങളെ ചപ്പതും ചേർന്ന് കാണുക. ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് അന്വേഷിക്കാൻ പോകുന്നതോടെ നമ്മൾ പിശാച് വ്യാപരിക്കുകയാണ്, നമ്മൾ പിശാച് കടക്കുകയാണ്, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. അപ്പോൾ പിശാച് നമ്മൾ വളരെ 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 ശക്തമായിട്ട് നമ്മൾക്ക് പിശാചിന് വാസസ്ഥലം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിശാച് ഒത്തിരി കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടപെടുന്ന മേഖലയിലെല്ലാം പ്രശ്നങ്ങളാ. ദൈവത്തിൽ നമ്മൾ അകന്നു പോകും, ദൈവസ്നേഹം ഇല്ലാതെയായി പോകും. ഇന്നലെ പോലും നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹം നാളെ അനുഭവിക്കാൻ പറ്റാതെ ആയിത്തീരും. ഒരുപക്ഷെ നമ്മുടെ നിത്യനരകത്തിന് കാരണമായി തീരും. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ആസാബിനെ പോലെ നമ്മൾ അധികമായിട്ട് ചിന്തിക്കരുത്, അതിരുവിട്ട ചിന്തകളിലേക്ക് പോകരുത്. എന്നാൽ ആസാബിയുടെ നല്ലൊരു നിർദ്ദേശമാണ്. ആസാബിക്കിന് ചിന്തിച്ചതുകൊണ്ടും ചിന്തിച്ച അനുഭവം ഇവിടെ എഴുതി വെച്ചതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് ഈ ഘോരം പ്രസംഗിക്കാൻ സാധിക്കുന്നത്. നമ്മൾക്കൊരു പാപബോധം തെറ്റുബോധം തോന്നാൽ നല്ല വഴി തെറ്റുവഴി ഏതാണെന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ആസാബ് ഇവിടെ തന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം എഴുതി വെച്ചതുകൊണ്ടാണ്. നമ്മളെപ്പോഴും ഏറ്റു പറയണം. ദൈവസന്നിധിയിൽ ആസാബ് ഏറ്റുവരും. തുടർന്ന് വായിക്കുമ്പോൾ ദൈവം ഇങ്ങനെ അറിയുന്നു, അത്തിന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച സമ്പത്ത്. ആസാബ് അങ്ങനെ ചിന്തിക്കുകയാണ്. ആ ദുഷ്ടന്മാർ സ്വസ്ഥത അനുഭവിക്കുന്നു, അവർ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ മാനുഷികമായ ചിന്തകളാ. നമ്മളിതൊന്നും അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകരുത്. തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു. ദൈവം എന്നെ കുറിച്ച് ഇതാ ആഗ്രഹിക്കുന്നത്. വലിയ മാളികകളൊക്കെ സൃഷ്ടിച്ച് വലിയ കോടികളെ ലക്ഷങ്ങളെ വീടൊക്കെ വെച്ച് ഒരു ദൈവത്തിന്റെ ആ പൈതലാകുന്ന ഒരു ദൈവ
ദൈവവചനത്തിന് ശുശ്രൂഷനാകുന്ന എനിക്ക് യോഗ്യമെന്ന് ദൈവത്തിന് തോന്നാത്തത് കൊണ്ടാണ് എനിക്കൊരു വീട് വെക്കാനോ രാജകീയമായ പ്രൗഢഗംഭീരമാകുന്ന ഒരു ജീവിതം നയിക്കാനോ സാഹചര്യം ദൈവം തരാത്ത. കാരണം പൗലോസിനെ പോലെ നടക്കണമെന്നാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനൊരു വശംബദ്ധനായി തീരണം. അതിനപ്പുറമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ട് മറ്റൊരാളുടെ വീട് വെക്കണം, മറ്റൊരാളുടെ കാർ വേണം, മറ്റൊരാളെ പോലെ ആയിത്തീരണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി തീരുകയാണ്. മനസ്സിലാക്കണം. നമ്മൾ ദൈവം നമുക്ക് തരുന്നതിന് ഏതിനെയും നമ്മൾ അനുഭവിക്കാൻ പഠിക്കണം. അപ്പോസ്തലന്മാരെ കുറിച്ച് പഠിച്ചാൽ പലർക്കും പല സ്റ്റേജുള്ള ജീവിതമായിരുന്നു, പല തട്ടുകളിലായിരുന്നു, പല അനുഭവങ്ങളായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചിരുന്ന അതേ വിശുദ്ധന്മാരായ പിതാക്കന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ അവരൊക്കെ പല സ്റ്റേജിലൂടെ കടന്നുപോയത്. ചിലർക്ക് പാർപ്പിടമില്ലായിരുന്നു, ചിലർക്ക് സഞ്ചാരയോഗ്യ വാഹനങ്ങളില്ലായിരുന്നു, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ചിലർക്ക് ആരോഗ്യമില്ലായിരുന്നു, ചിലർ കഷ്ടതയുടെ ഈ ചൂളയിലൂടെ കടന്നുപോയി, ചിലർ ഉപദ്രവത്തിന്റെയും മർദ്ദനത്തിന്റെയും പീഡനത്തിന്റെയും കഠിനമായ യാത്രകളിലൂടെ കടന്നുപോയി. എല്ലാവർക്കും ഒരുപോലെ അല്ലായിരുന്നു. നമ്മളൊരു ദൈവത്തിന്റെ പൈതൽ ചിന്തിക്കരുത് അവർക്ക് വെക്കുന്ന പോലെ വീട് എനിക്കുണ്ടാകണം, അവർക്ക് പോകുന്ന പോലെ കാർ എനിക്കുണ്ടാകണം, അവരെ പോലെ എനിക്ക് വായിത്തീരണം, ഇവരെ പോലെ എനിക്ക് വായിത്തീരണം. നമ്മൾ ചിന്തിച്ചുകൂടാ. തമ്പുരാൻ എനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആരെയും പോലെ ആയിത്തീരണം നമ്മൾ ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. ആ പ്ലാന് വേണ്ടി നമ്മൾ അങ്ങ് ആയിത്തീരണം. ദൈവത്തിന് പദ്ധതിക്കപരമായിട്ടും അവരെ പോലെ എനിക്കാകണം, അങ്ങനെ ആയിത്തീരണം, വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും ചിന്തിക്കരുത്. ഇതൊന്നും ചിന്തിക്കാതെ പോയാൽ അടിസ്ഥാനപരമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അത് ദൈവത്തിന് ഇഷ്ടമാണ്. തിരുവല്ലയുള്ളതാകുന്ന കൊച്ചു തങ്കമച്ചി ക്രിസ്തുവിൽ അത് അനുഗ്രഹിക്കപ്പെട്ട എനിക്കൊരു മാതൃക, വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു അപ്പച്ചൻ അമ്മച്ചിയായിരുന്നു തിരുവല്ലയിലെ കൊച്ചു തങ്കമച്ചി. കൊച്ചുവെച്ചാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അപ്പച്ചൻ മരിച്ചു പോയല്ലോ. ആ അപ്പച്ചന്റെ മരണസമയത്ത് തിരുവല്ല ആശുപത്രിയിലെ സാഹിബിന്റെ ആശുപത്രിയിലെ ആ ഐസിയു റൂമിനകത്ത് ഏറ്റവും അവസാനം ആ മനുഷ്യന്റെ കാലിൽ പിടിച്ച് ആ കോമാ സ്റ്റേജിൽ കിടന്നപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു. ഒന്ന് ഞാൻ വിരലുകൊണ്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്തൊന്ന് അമർത്തുമ്പോൾ ആ കാലിന്റെ വിരലുകൾ അനങ്ങി. അവസാനം തന്റെ ശരീരത്തിന്റെ ചലനം, സ്പർശനം, സ്പന്ദനം അനുഭവിച്ചറിഞ്ഞ വ്യക്തി ഞാനാണ്. കാരണം ദീർഘവർഷങ്ങൾ ആ മനുഷ്യന്റെ കൂടെ ഞാൻ നടന്നതാണ്. എനിക്ക് നല്ല ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അന്നും ഇന്നും പ്രായമായവരെയും അനുഭവസ്ഥരായവരെയും കൂടെ നടക്കാനും അവരിൽ നിന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ജീവിതം ദൈവം എന്നെ ആക്കി തന്നത്. ആ അപ്പച്ചന്റെ 7 മക്കളും അമേരിക്കയിലാണല്ലോ. എന്നാൽ തിരുവല്ല പട്ടണത്തിൽ ചാപ്രയില് ഒരു പഴയ വീട്, ഒത്തിരി വലിയ വീടാണെങ്കിലും പണ്ടകാലത്തെ വലിയ വീടാണെങ്കിലും മകളുടെ ആ സ്വത്ത് വകയാണല്ലോ. അത് മകളുടെ സ്വത്ത് അവർക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയതാണല്ലോ. സി വി പൗലോസൻസ് എന്ന് പറയുന്നതാകുന്ന ആ പ്രിയപ്പെട്ടവരുടെ ആ മകൾ. അപ്പോൾ ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അപ്പച്ചനെ കൂടെ എപ്പോഴും അവിടെ ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അപ്പച്ച എപ്പോഴും ആ വീടിന്റെയൊക്കെ ജനലുകളൊക്കെ ഇങ്ങനെ ചെതല് പിടിച്ചിട്ട് പലയിടത്തൂടെയൊക്കെ ഇങ്ങനെ വെഞ്ചതറ് കയറിയിരിക്കുന്നത് കാണാം. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ വെറുതെ വേസ്റ്റാതെ സമയം വേസ്റ്റാക്കാതെ ഞാൻ പെട്ടെന്ന് അവിടെയൊക്കെ പോയിട്ട് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ അതൊക്കെ കളയും. അപ്പം ഞാൻ ചോദിക്കാം, അപ്പച്ചന് ഈ ഇങ്ങനെ ഇത്രയൊക്കെ സാഹചര്യം ഉണ്ടായിട്ട് 7 മക്കളും അമേരിക്കയിലൊക്കെ ആണല്ലോ, അവരൊക്കെ അവർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമൊക്കെ നയിക്കുന്നവരാണല്ലോ, അപ്പച്ചനൊരു കൊച്ചു വീടൊക്കെ വേണ്ടായോ, ഇങ്ങനെയൊക്കെ ഒരു വലിയ ജീവിതമൊക്കെ നയിക്കാൻ അപ്പച്ചന് ആഗ്രഹമില്ലേ, അങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ. അപ്പം അപ്പച്ചൻ പറയാൻ, മാത്യു പാസ്റ്ററെ, എൻ്റെ വളരെ ബഹുമാനത്തോടു കൂടിയും വളരെ വളരെ അംഗീകാരത്തോടു കൂടിയാണ് ആ മനുഷ്യനോട് ഇടപെട്ടിട്ടുള്ളത് പിതാവ്. എൻ്റെ മാത്യു പാസ്റ്ററെ, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മകൻ ഇന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ്റെ ആയുസ്സിൽ ഒരു നല്ല വീട് വെച്ച് ഒരു വലിയ വീട് വെച്ച് അപ്പച്ചൻ അതിനകത്ത് അന്തി ഇറങ്ങാൻ അന്ത്യകാലത്ത് അപ്പച്ചന് ആഗ്രഹമുണ്ട്. അപ്പച്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു വീട് തിരുവല്ല പട്ടണത്തിൽ എവിടെയെങ്കിലും അത്ര മോശമില്ലാത്തൊരു വീട് ഞങ്ങൾ വെച്ച് തരാം. പക്ഷെ ഞങ്ങളിപ്പോൾ അവിടെ ഒന്നും താമസിക്കുന്നില്ല, ഞങ്ങൾക്കിപ്പോൾ വരുന്ന സാഹചര്യങ്ങളല്ല. അമേരിക്കയുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. അപ്പച്ചൻ അവരോടെല്ലാം പല പ്രാവശ്യം ചോദിക്കുമ്പോഴും അപ്പച്ചൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ, ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ നനയാതെ ചോർന്നൊരിക്കാതെ വെയിൽ കൊള്ളാതെ കിടക്കാനായിട്ട് ദൈവം ഒരു വീട് തന്നിട്ടുണ്ടല്ലോ, ഈ വീട് മതി. ഇനി ഇതിന്റെ പുറകെ ലക്ഷങ്ങൾ കോടികൾ മുടക്കി നിങ്ങൾ എനിക്ക് ഒരു ദിവസം കിടക്കാൻ വേണ്ടി ഒരു വീട് വെച്ചാൽ എത്ര നാൾ എനിക്കതിനകത്ത് കിടക്കാൻ പറ്റും? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട് വേസ്റ്റായിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞ ശേഷം ഒരു ദിവസം അമ്മച്ചി നിങ്ങളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അമ്മച്ചി ഏകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി പണം കളയണ്ട, ആ പണം നമുക്ക് ആ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. അത്ര നല്ലൊരു ചിന്തയാണ്. ഇങ്ങനൊരു പിതാവിന്റെ കൂടെ അവിടെ ദീർഘവർഷങ്ങൾ ഞാൻ ആ ഇടപഴകി ജീവിച്ചത്. ആ പിതാവ് നമ്മുടെ ഈ ഭവനത്തിൽ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വന്ന് ആത്മീയ കൂട്ടായ്മ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ലോക ജീവിതത്തില് മറ്റൊരാളെ പോലെ ആർഭാട ജീവിതമല്ല നമ്മൾ നോക്കേണ്ടത്, സുഖദോനുമതിയല്ല നോക്കേണ്ടത്. ദൈവം തന്നിരിക്കുന്നതിൽ പൗലോസ് പറയുന്നത് പോലെ ഉണ്മയായി ഇരിപ്പാൻ തക്കോളം നമ്മൾ പഠിക്കണം.
കാരണം ദൈവത്തിന് മറ്റൊരാളെ പോലെയല്ല, നമ്മളെ കുറിച്ച് ദൈവത്തിന് അതൊരു സ്പെഷ്യൽ പദ്ധതിയുണ്ട്. ഓരോരുത്തർക്കും ദൈവം ഓരോ വരമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മള് മറ്റേ ലോക മനുഷ്യരെ നോക്കി നമ്മൾ ചഞ്ചലപ്പെട്ടു പോയിട്ട് കാര്യമില്ല. അവർക്ക് വീടുണ്ട്, അവർക്ക് കൂടുണ്ട്, അവർക്ക് അങ്ങനെയാണ്, വലിയ കാറുണ്ട്, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. തമ്പുരാൻ എന്നെ ഈ രീതിയിൽ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. തമ്പുരാൻ എന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ യഹോവയുടെ സാക്ഷ്യമായി തരുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബോധമാണ് നമ്മൾ ഓരോ സ്റ്റേജിലും ഭരിക്കേണ്ടത്. നമ്മുടെ ഈ ലോക ജീവിതത്തില് ഓരോ സ്റ്റേജിലും ഇപ്രകാരമുള്ള ജീവിതം നമ്മൾ നയിക്കണം. ഈ ചിന്ത നമ്മളെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കണം. ഈ ചിന്തയിലൂടെ നമ്മൾ ജീവിക്കാൻ സ്വതന്ത്രം ചെയ്യാം. വാക്യങ്ങൾ വായിക്കുന്നത് വളരെ വേഗം വായിച്ചു വിടാം. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യദുഷ്ടത അനുഭവിച്ച സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റി എല്ലാവരും കഴിയുന്നതും എത്രമത്രേ. എന്താണ് അത്? ആഹാബ് കാര്യത്തിന്റെ ഗൗരവത്തിലേക്ക് വരികയാണ്. അവൻ ആദ്യം കാലുകൾ ഇടറി, കാലുകൾ ഏറെക്കുറെ എഴുതിപ്പോയി, അകപ്പാടെ ചഞ്ചലപ്പെട്ട് ഒരു തളർന്ന ചിഹ്ന ശിഥിലമായ അതേ ഒരു കയ്യിൽ നിന്ന് വീണുടഞ്ഞ സ്ഫടികം പോലെ ചേർത്തിണക്കാൻ പറ്റാത്ത രീതിയിൽ നിരവധി പീസുകളായ ഒരു ഗ്ലാസ് സ്ഫടികം പോലെ ഈ ആസാബ് ആയിത്തീർന്നെങ്കിൽ അവൻ വേഗം മടങ്ങി വരികയാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ ദൈവമേ നിന്റെ മക്കളുടെ തലമുറയോട്, വരുന്ന തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. ഇത് കേൾക്കുന്നവർക്കെല്ലാം ചിന്തിച്ചു പോകും, ഭാരപ്പെട്ടു പോകും. എന്നാൽ ആസാബ് മടങ്ങി വരികയാണ്. രാത്രി 3-ാം മണി 4-ാം മണി നേരമാകുമ്പോൾ വലിയ ഇരുട്ടാണ്, കുറ്റാക്കൊറ്റ ഇരുട്ടാണ്. 3 മണി സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടിന്റെ ഗാഢതയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഉറക്കമില്ലാതെ കിടക്കുന്നു എന്ന് കരുതുക, പല ചിന്തകളിലൂടെ ഭാരപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുക. 4-ാം മണി നേരമായി, വെളുപ്പിന് 4-ാം മണി നേരമായി, 5-ാം മണി നേരമാകുമ്പോൾ ആ ഇരുട്ടിന്റെ ഗാഢതയൊന്ന് കുറയും, ചെറിയൊരു വെളിച്ചം വരാൻ തുടങ്ങും. അത് 6 മണിയാകുമ്പോഴത്തേക്കിന് ഏറെക്കുറെയൊക്കെ ഇരുട്ടിനെ തള്ളി നീക്കിക്കൊണ്ട് പ്രകാശം കടന്നു വരും. 6:30 ആവുമ്പോഴത്തേക്കിന് ഉദയസൂര്യൻ കിഴക്ക് ചക്രവാളത്തിന് ഉദിച്ചുയരും, ഇരുട്ട് പാടേ മറയും. അത് 8 മണിയാകുമ്പോഴത്തേക്കിന് അതേ ശരീരത്തിൽ ചൂടേക്കുന്ന വിധത്തിലുള്ളതാകുന്ന വെയിലായി തീരുകയാണ്. ഉച്ചയാകുമ്പോഴത്തേക്കിന് നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന ഉദയസൂര്യന്റെ ഉഷ്ണം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതാ പ്രഭാതത്തിൽ ഒരു 3 മണി മുതൽ 4, 5, 6, 7, 8, 9, 10, 11, 12-ാം മണി നേരത്ത് ഉദയസൂര്യൻ ഉദിച്ച് ഉദയസൂര്യന്റെ ഉഷ്ണമായ ചൂടിലായിരിക്കുന്ന പോലെ ചിന്താമണ്ഡലങ്ങളിലൂടെ ആസാബിന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കടക്കുകയാണ്. ചിന്താമണ്ഡലങ്ങളിലൂടെ ആസാബിന്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചം കടക്കുകയാണ്. ഇരുൾ മാറി മറയുകയാണ്, വെളിച്ചം കടന്നു വരികയാണ്. ആ വെളിച്ചത്തിലേക്ക് ആസാബ് ആയിത്തീരുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആസാബ് പറയുകയാണ്, ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നുന്നു. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നു. അവിടെ അന്തബന്ധാകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴിവഴിപ്പിൽ നിർത്തുന്നു. വലിയ കാലുണ്ടായിരുന്ന പുള്ളി ഇന്ത്യയെ, തടിച്ച നാളുണ്ടായിരുന്ന പുള്ളി ഇന്ത്യയെ, വലിയ കണ്ണുണ്ടായിരുന്ന പുള്ളി ഇന്ത്യയെ, കണ്ണുന്തി നിൽക്കുന്ന പുള്ളി ഇന്ത്യയെ, നല്ല ആരോഗ്യമുള്ള പുള്ളി ഇന്ത്യയെ, വലിയ രാജാവ്, വലിയ പ്രമാണിയായി നിൽക്കുന്ന പുള്ളി ഇന്ത്യയെ, എന്തൊരു നെഞ്ചുപിരിവ് കാണിക്കുന്ന പുള്ളി ഇന്ത്യയെ. ആസാബിന് അവരെ കുറിച്ചല്ല ഒരു കാഴ്ചപ്പാട് കിട്ടി. എന്താണ്? നിശ്ചയമായി അവരെ വെളിച്ചെള്ളാൻ നിൽക്കുകയാണ്. ഏത് നിമിഷത്തിൽ അവൻ താഴടിയാകും, ഏത് നിമിഷത്തിൽ അവൻ താഴടിയാകും, അവൻ തകർന്നു പോകും. ഞാൻ പറയുന്നു, അവൻ ദുഷ്ടൻ പലപോലെ തടച്ചു നിൽക്കുന്ന കണ്ടു. ഞാൻ പിന്നീട് അതുവഴി പോയപ്പോൾ അവനെ കണ്ടില്ല. ഇതാണ് അവസ്ഥ. ആത്മീയന്റെ അവസ്ഥ അതല്ല. അവൻ അടിസ്ഥാനപരമാകുന്ന ഒരു നിലനിൽപ്പുണ്ടാകും. അവൻ മരിക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എങ്കിലും ദൈവത്തിന് അവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടാകും. ഇവൻ അവരെ പറയാണ്, നിശ്ചയമായി നീ ഒരു വഴിവെപ്പ് നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവര് ശൂന്യമായി മെരുച്ചോളല്ല ശേഷം മുടിഞ്ഞു പോയി. നമ്മുടെ ജീവിതത്തിൽ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നും കണ്ടുകൊണ്ട് നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതി ഇതുവരെ ദൈവം ശോധന ചെയ്യുകയായിരുന്നു. എന്നാൽ എന്റെ ഇരുള് മാറും, എന്റെ ഇരുള് മാറിയിട്ട് ഒരു മിന്നുസൂര്യ ശോഭ. ഈ കാർമേഘങ്ങൾ മാറും,
ഈ ഇരുള് മാറും. ഇരുള് മൂടിയ അവസ്ഥകൾ മാറും. രാപ്പാടികളുടെ സൗണ്ട് ഇല്ലാതെയാകും. രാപ്പക്ഷികളുടെ സൗണ്ട് ഇല്ലാതെയാകും. എല്ലാ ദുഷ്ടമൃഗങ്ങളെയും രാത്രിയുടെ യാമങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ ക്ഷുദ്രജീവികളെയും എല്ലാ ദുഷ്ടമൃഗങ്ങളെയും മെരുച്ചകളും അതുങ്ങളുടെ അലർച്ചകളും അതിന്റെ മൂളലുകളും മുടക്കങ്ങളും ഇല്ലാതെയായിട്ട് ഉദയസൂര്യൻ ഉദിക്കുമ്പോൾ ഇതെല്ലാം കടന്നു പോകും. ഇതാളുകൾ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഈ പരിശുദ്ധാത്മാവ് ഉദിച്ച് ദൈവാത്മാവിന്റെ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നലെ കുറിച്ച് നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല. ഇന്നലെ കുറിച്ച് അനുഭവിച്ച തിക്തവും കഠിനവും യാതനകളും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് നമ്മൾ അടുക്കുകയാണ്. പുതിയ വെളിച്ചം നമുക്ക് കിട്ടുകയാണ്. 1000 നാൾ നമ്മൾ കഷ്ടതയും വേദനയും അനുഭവിച്ചാലും ഒരു ദിവസം നമുക്ക് ഒരു വിടുതലുണ്ടായാൽ 1000 നാളത്തിലെ കഷ്ടതയും വേദന നമ്മൾ മറന്നുപോയി സന്തോഷത്തിൽ നമുക്ക് പ്രമാദിക്കാൻ ദൈവത്താൽ സാധിക്കും. ദൈവം സ്വന്തം ചെയ്യാം. മക്കളെ, എത്ര മാറ്റമാണ് ഒരു വിശ്വാസിക്കുണ്ടാകുന്നത്. ഇത് ലോക മനുഷ്യർക്ക് ലഭിക്കുകയില്ല. അവന്റെ കഷ്ടതയും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ച് അവൻ പിന്നീട് അങ്ങനെ നെടുവീർപ്പെട്ട് അവന്റെ വാർദ്ധക്യം കരച്ചിലോടുകൂടി സുബോധം നഷ്ടപ്പെട്ട് നെടുവീർപ്പോടുകൂടി നിരാശയോടുകൂടി അവൻ മരിച്ചു മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതൽ താൻ വാർദ്ധക്യത്തിൽ എത്തുന്തോറും അതേ ദൈവത്തോട് അടുക്കാൻ അവൻ കൊതിക്കുകയാണ്. അവന്റെ പ്രതീക്ഷയുണ്ട്, എനിക്ക് വയസ്സ് 90 ഇനി എനിക്ക് എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്താം. ആ സ്വർഗീയ പ്രതീക്ഷയിൽ, ആ സ്വർഗീയ തെരുവീതിയിൽ, ആ സ്വർഗീയ സന്തോഷത്തിൽ അപ്പോസ്തലന്മാരോട് ചേർന്ന് പിതാക്കന്മാരോട് ചേർന്ന് ആത്മീയ സന്തോഷത്തിന് വേണ്ടി എനിക്ക് ചെല്ലാൻ സമയമായി. ഞാൻ ഓടി അധ്വാനിച്ചതും വൃഥാവല്ല എന്ന് ചിന്തിപ്പാതാക്കണം കാരണമായി തീരും. ഒരുപക്ഷേ ജീവിതത്തിന്റെ എല്ലാം കൂടി തൃപ്തിയുള്ളവരായിത്തീരണം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ തൃപ്തിയുള്ളവരായിത്തീരണം. ഇപ്പോൾ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി സുഖമായിട്ട് ലാഭീഷായിട്ട് സ്വർഗീയ സന്തോഷം അനുഭവിക്കാമെന്നുള്ള ഹൃദയബോധമുള്ളവരായിത്തീരണം. അതിന് വിധത്തിൽ നമ്മുടെ പരിശുദ്ധമായി നിയന്ത്രിക്കുന്നതായിരിക്കും. സ്വന്തം ചെയ്യാം. നോക്കണമേ, ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ള ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായി തീർന്നു. നിന്റെ മുൻപിൽ ഞാൻ മൃഗം പോലെ ആയിത്തീർന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കും. നീ എന്റെ വലങ്കൈക്ക്, അതെ, നമ്മുടെ വലങ്കൈക്ക് പിടിക്കുവാൻ ഒരു പ്രിയനുണ്ട്. പ്രിയരെ, നമ്മുടെ വലങ്കൈക്ക് പിടിക്കുവാൻ ഒരു പ്രിയനുണ്ട്. പ്രിയരെ, അത് ഭാര്യ പിടിക്കുന്ന പോലെയല്ല, ഭർത്താവ് പിടിക്കുന്ന പോലെയല്ല, ചർച്ചക്കാർ പിടിക്കുന്ന പോലെയല്ല, മക്കളെ പിടിക്കുന്ന പോലെയല്ല, മാതാപിതാക്കൾ പിടിക്കുന്ന പോലെയല്ല, സ്നേഹിതരെ പിടിക്കുന്ന പോലെയല്ല, മറ്റ് ആരും പിടിക്കുന്ന പോലെയല്ല. സൈന്യങ്ങളെ യഹോവയാകുന്ന ദൈവം നമ്മുടെ വലങ്കൈക്ക് പിടിച്ചാലുണ്ടല്ലോ നമ്മൾ താഴെ വീഴുകയില്ല, നമ്മൾ തറവറ്റുകയില്ല, നമ്മൾ പരാജയപ്പെടുകയില്ല. ലോകം മൊത്തം വിളകി മറിഞ്ഞാലും, ലോകം കീഴ്മേൽ മറിഞ്ഞാലും, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിന്റെ വൈദ്യുതി പരാജയപ്പെടുകയില്ല. അവൻ ഭീരുവായി തീരുകയില്ല. കാരണം പിടിച്ചിരിക്കുന്ന ആരെയാണ്? യഹോവയായ ദൈവമാണ് നമ്മുടെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നത്. ഒരു കുട്ടി റോഡിലൂടെ എപ്പോഴും ഓടും. റോഡിലൂടെ പോകുമ്പോൾ ഒരു പട്ടി വന്നിട്ട് ആ കുട്ടിയെ എപ്പോഴും ഉപദ്രവിക്കാൻ വരും. പട്ടിയെ കണ്ടുമ്പോൾ കുട്ടി അതിനെ വിളിച്ച് വീട്ടിലേക്ക് ഓടി വരും. അവനവന് ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഒളിഞ്ഞു പോകും. ആ പട്ടി അവിടെ നിൽപ്പുണ്ടോന്ന് ആ പട്ടിക്കുട്ടി അവിടെ നിന്നിട്ട് ഇവന്റെ പുറകെ ഓടി വരും. ഇവൻ അകത്തോട്ട് ചാടി കയറി പോകും. അതോടെ വിളിച്ചു നിൽക്കും. ഇവന് വന്ന് വീട്ടിൽ ചെന്ന് അവന്റെ അപ്പായോട് പറയും, അപ്പാ ആ പട്ടിക്കുട്ടി എന്നെ കടിക്കാൻ വരുന്നു എന്ന് പറയും. ഇവൻ അങ്ങോട്ട് അപ്പ ഇത് കേൾക്കുന്നുണ്ട്. അപ്പ അവന് വെച്ച് കമ്പ് എടുത്തോണ്ട് ഇവനെ കൈക്ക് പിടിച്ച് എന്നാ നിന്നെ ഒന്ന് കടിപ്പിക്കുന്നൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടിക്കുട്ടിയുടെ അടുക്കിലേക്ക് ഇവന്റെ അപ്പ ഈ കുഞ്ഞിന്റെ കയ്യെ പിടിച്ചോണ്ട് വരുന്നുണ്ട്. ആ കുട്ടിക്ക് ഒരു തന്റെ ഇടമുണ്ട്. കുട്ടി പട്ടിയെ കാണുമ്പോൾ ഒരു ഗോഷ്ടി കാണിക്കും. പോടാ പട്ടി എന്ന് പറയും. കാരണം ഞാൻ പിടിച്ചിരിക്കുന്ന ആരെയാണ്? എൻ്റെ അപ്പനെയാണ്. എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ നിന്നെ കാലെ പിടിച്ച് എൻ്റെ അപ്പൻ തറയടിക്കും. കുട്ടിക്കൊരു ഉത്ബോധമുണ്ട്. അപ്പൻ കൂടെ ഇല്ലാതിരുന്നപ്പോൾ ഇവൻ അലറി വിളിച്ചോ അകത്തോട്ട് പോയി. അപ്പന്റെ കയ്യെ പിടിച്ചോണ്ട് ഇവൻ പുറത്തേക്ക് പട്ടിയെ തേടി പോകുമ്പോൾ ആ പട്ടി എന്തിയാണോ എന്ന് ചോദിച്ച് അപ്പൻ ആ കുട്ടിയെ പിടിച്ചോണ്ട് വരുമ്പോഴല്ലോ ആ കുട്ടിയുടെ എൻ്റെ ഒന്ന് കാണണം. ആ പട്ടിയെ കാണുമ്പോൾ കൊഞ്ഞിനെ കുത്തി കാണിക്കും. മുമ്പെയോ കണ്ണു തള്ളി അലറി വിളിച്ച് ചാടുമായിരുന്നു. എന്താണ് കാരണം? അവൻ പിടിച്ചിരിക്കുന്ന അവന്റെ അപ്പന്റെ കരത്തിലാ. സ്വർഗത്തിലെ അപ്പൻ നമ്മളോട് കൂടെ ഉണ്ടോ? അപ്പൻ നമ്മുടെ കരുത്തെ പിടിച്ചിട്ടുണ്ടോ? പ്രിയരെ, നമ്മൾ ഭാരപ്പെടണ്ട, നമ്മൾ ഭീരുവായിട്ടിരണ്ട. അവൻ ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉളവാക്കിയ ഒരാള് ഏത് ആഭിചാരങ്ങളെയും മന്ത്രവാദങ്ങളെയും ഏതുവിധ ശക്തികളെയും ശത്രുവിന്റെ ഏത് പദ്ധതികളെയും ഏത് തകർച്ചകളെയും രോഗങ്ങളെയും ഏത് കെടുതികളെയും ഏത് ദുഃഖങ്ങളെയും ഈ പദ്ധതികളും ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതാകുന്ന യഹോവയായ ദൈവത്തിന്റെ കരമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ ഭയപ്പെടണ്ട, ഭീരുവായിട്ടിരണ്ട, ചഞ്ചലപ്പെട്ടു പോകണ്ട, അധൈര്യപ്പെടണ്ട. ദൈവം നമ്മളെ പുലർത്തും മതിയാണ്. കാരണം ദൈവത്തിന്റെ കീഴിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള സാഹചര്യം. അത് രോഗമായാലും കഷ്ടമായാലും കെടുതിയായാലും ഭീഷണിയായാലും പീഡനമായാലും ദാരിദ്ര്യമായാലും എന്താണ് നമ്മളെ അലട്ടുന്ന പ്രശ്നം? ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടോ ഇതെല്ലാം ദൈവത്തിന്റെ
പരിധിക്ക് താഴെയാണ്. ഒരു നിമിഷം മതി ദൈവത്തിന് ഇതിനെല്ലാം അറുതി വരുത്തുവാൻ, നമ്മളെ അതിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ, നമ്മളൊക്കെ ആശ്വാസവും സന്തോഷം തരും. ഈ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുള, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുളാൻ ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാകൂ, ഓ പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാണിത്. ഇത്ര മഹത്വമുള്ളൊരു പദവി നമുക്ക് ലഭിച്ചില്ലേ? ആരെ ഭയപ്പെടണം? എന്തിനു ഭയപ്പെടണം? രോഗത്തെയോ കഷ്ടങ്ങളെയോ ഏതാണ് പൗലോസ് പറഞ്ഞത്? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ വാളോ നഗ്നതയോ ഭീഷണിയോ ഉപദ്രവിതരൊന്നും ഞാനേ തകരുകയില്ല. അഭിഷേകൻ പറയാനൊരു കാരണം ഇതാണ്. കഷ്ടതയായിക്കോട്ടെ, പട്ടിണി ആയിക്കോട്ടെ, ഉപദ്രവമായിക്കോട്ടെ, വാളായിക്കോട്ടെ, നഗ്നതയായിക്കോട്ടെ, എന്തു വന്നാലും ഒരു അഭിഷേകം നിന്നിലുണ്ടോ, നീ പതറുകയില്ല. അതിനെല്ലാം നിനക്ക് അഭിമാനമായിട്ട് കാണും. ഇല്ലായ്മയാണ് എൻ്റെ അഭിമാനം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ അയോഗ്യതയാണ് എനിക്ക് അഭിമാനം. കാരണം ഈ അയോഗ്യതയെ ദൈവം എന്നെ സ്നേഹിച്ച് അവന്റെ കരത്തെ അവനെനിക്ക് കരം തന്നെ പിടിക്കുവാൻ. ദൈവത്തിന്റെ കരം നമ്മൾ പിടിക്കുന്നവരായിത്തീരണം. ദൈവത്തിന്റെ കരത്തെ നമ്മൾ പിടിച്ചാണല്ലോ, നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഒരിക്കലും ചഞ്ചലപ്പെട്ടു പോകുകയില്ല. ഏത് ദിവസം ഇവിടെ വായിക്കുന്നു, നിന്റെ ആലോചന നീ എന്നെ നടത്തും, പിന്നെ മുഖത്തേക്ക് എന്നെ. ദൈവം നമുക്ക് ആലോചന തരണം. ഭർത്താവിന്റെ ആലോചനയല്ല മനുഷ്യർക്ക് ആവശ്യം. ഭാര്യയുടെ ആലോചനയല്ല ഒരു മനുഷ്യന് ആവശ്യം. മക്കളുടെ ആലോചനയല്ല ഒരു മനുഷ്യന് ആവശ്യം. മാതാപിതാക്കളെ ഇത് പലപ്പോഴും ഇവരുടെയൊക്കെ ആലോചനകൾ കേട്ടോ നമ്മൾ കുഴഞ്ഞു പോകും. ആകെപ്പാടെ കുടമറിച്ച് സംഭവിക്കും. ഗുരുവാരി ചെന്ന് ചാടും, കയറാൻ പറ്റാതെ ആയിത്തീരും. കാരണം അവർ ദൈവാത്മാവിലല്ല ആയിരിക്കുകയില്ല അവർ നമുക്ക് ആലോചന തരുന്നത്. അവർ തന്നെ ആലോചന നമ്മളെ പലപ്പോഴും പൊട്ടക്കുഴി ചാടിക്കുന്നതായിരിക്കും. എന്നാൽ തമ്പുരാൻ നമുക്ക് ആലോചന വന്നാലോ അവൻ നമ്മളെ പൊട്ടക്കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുകയില്ല. അവൻ നമ്മളെ ആക്ഷേപ വിഷയമാക്കുകയില്ല, പരിഹാസ വിഷയമാക്കുകയില്ല. കാരണം അവന്റെ നാമത്തെ ദുഷിപ്പിക്കാൻ ഒരിക്കലും ദൈവം ഒരുപെടുകയില്ല. നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ വിശ്വാസിയാണ്, ഒരു ദൈവത്തിന്റെ പൈതലാണ് എന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ച് ബോധ്യമായാൽ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയിലേക്ക് ദൈവം നടത്തും. കാരണം ഒരു ദൈവവൈദ്യരാണ്, ദൈവത്തിന്റെ കരുത്തെ പിടിച്ചുകൊണ്ട് പൊട്ടക്കുഴിച്ചടിച്ചാൽ ദൈവനാമം ദൂഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം ഒരിക്കലും നമ്മളെ വിട്ടുകൊടുക്കുകയില്ല. അവൻ നമുക്ക് ആലോചന തരും, അവൻ നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും. ഒരു ദൈവത്തിന്റെ പൈതൽ അവൻ രാത്രി പകലില്ല ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ ദൈവം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കും. എന്ത് സ്തോത്രം ചെയ്യാം. അവസ്ഥയെ വായിച്ചുവിടാം. സ്വർഗത്തിൽ നിൽക്കാറിലും ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നിനും ആഗ്രഹിക്കുന്നില്ല. ഭക്തൻ പറയുകയാണ്, കാര്യമൊക്കെ കാര്യമാണ്. ഇവിടെ ഉന്തിയകണ്ണും തടിച്ചു തെറ്റിയും വലിയ ആർഭാടവും ആഡംബരവും കൊഴുത്തു തടിച്ചിരിക്കുന്ന അവസ്ഥകളൊക്കെ കണ്ട ഞാനല്ലിപ്പോൾ. ഞാനെപ്പോൾ ആ മനുഷ്യനല്ല. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? എന്റെ അമ്മാച്ചൻ സ്വർഗത്തിൽ ഇരിക്കുന്നില്ല എന്നെ കൊണ്ടുപോകാൻ. എന്റെ മകനോ മരുമകളോ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും സ്വർഗത്തിൽ എനിക്ക് അവിടെ ഇരിപ്പില്ല. എന്നാൽ ഇതിലെല്ലാം 1000 കോടി മടങ്ങ് വലിയവനാകുന്ന എനിക്ക് ഏറ്റവും പ്രിയനും എന്നെ ഏറ്റവും സംരക്ഷിപ്പാൻ മതിയാകുന്ന യഹോവയായ ദൈവം സ്വർഗത്തിൽ എനിക്കുണ്ട്. സ്വർഗത്തിൽ എനിക്കുള്ളത് യഹോവയായ ദൈവമാണെന്നുള്ള ബോധമുണ്ടാകണം. ഇവിടെ നമ്മൾ പുറന്തള്ളപ്പെട്ടു പോകാം, ഇവിടെ നമ്മൾ നീക്കപ്പെട്ടു പോകാം, ഇവിടെ നമ്മൾ ആക്ഷേപം സഹിക്കേണ്ട ഗതികേട് വന്നുപോയെന്നിരിക്കാം, പീഡനങ്ങൾ ഉണ്ടായി എന്നിരിക്കാം, മാറ്റി നിർത്തിയെന്നിരിക്കാം, നിന്നാ മാത്രമാക്കിയെന്നിരിക്കാം. പക്ഷേ നമുക്ക് ധൈര്യം ഉണ്ടാകണം, എന്റെ അപ്പൻ സ്വർഗത്തിലുണ്ട്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ എന്നൊരു ബോധം ഉണ്ടാകണം. ഓരോ പ്രയാസങ്ങൾ നേരിടുമ്പോഴും ഒരു വിശ്വാസം തളരരുത്, തകരരുത്, പതറരുത്. അവന്റെ ബോധം ഉണ്ടാകണം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. ഇവിടെ നമുക്ക് കാശുള്ളൊരു മകനുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും, എന്റെ മകന് കാശുണ്ട്, എനിക്കും എന്നവരാണ്, എനിക്ക് കാശുള്ളൊരു മകനുണ്ട്, കാശുള്ളൊരു മകളുണ്ട്, മാതാപിതാക്കൾക്ക് കാശുണ്ട്, എന്റെ ഇന്നവർക്ക് കാശുണ്ട് എന്ന് നമ്മള് മാനുഷികമായിട്ട് ചിന്തിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ല. ഈ ഭൂമിയിൽ ചിന്തിക്കേണ്ടത് അവരാരും നമുക്കൊന്നുമല്ല. മക്കളോ മക്കളുടെ പണമോ സ്നേഹിതരോ ബന്ധുക്കളോ ഒന്നും നമുക്കൊന്നുമല്ല. സ്വർഗത്തിൽ വസിക്കുന്ന സ്വർഗസ്ഥനായ ദൈവമാണ് നമുക്ക് വരുന്നത്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് പാസ്റ്റർക്ക് പറ്റത്തില്ല, വിശ്വാസിക്ക് പറ്റത്തില്ല, കൂട്ടുപ്രവർത്തകർക്ക് പറ്റത്തില്ല. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിതാവായ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ സാബിനെ പോലെ നമ്മൾ ചിന്തിക്കണം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഈ ഭൂമിയിൽ എനിക്ക് ആരും എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സ്വർഗത്തിൽ എനിക്ക് എന്റെ ദൈവമാണുള്ളത്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഇവിടെ ആഗ്രഹിക്കരുത്, ഒന്നിനും നമ്മൾ ആഗ്രഹിക്കരുത്. നിർവികാരരായി ജീവിക്കണം ഈ ഭൂമിയിൽ. ഞാനതാണ് പറയുന്നത്.
നിർവികാരരായി ജീവിക്കണം ഈ ഭൂമിയിൽ. എങ്ങനെ നിർവികാരരായി ജീവിക്കണം? ജഡത്തെ വെറുത്ത്, ലോകത്തെ വെറുത്ത്, ആർഭാടങ്ങളെ വെറുത്ത്, ആഡംബരങ്ങളെ വെറുത്ത്, ഇതിനെല്ലാം ഈ കഴികളെല്ലാം നമ്മൾ നിർവികാരരായിരിക്കണം. അല്പം ഗ്ലാമറുണ്ട് എന്ന് കരുതി, ദൈവം തന്ന ആ സ്കിന്നിന് ഒരു അല്പം വെളുപ്പുണ്ട് എന്ന് കരുതി അതിനെ മോടി പിടിപ്പിച്ച് മനുഷ്യരുടെ മുൻപിൽ അത് പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന വസ്തുവായി തീരരുത് നമ്മൾ. നമ്മുടെ ശരീരം ഒരു കാഴ്ച ബംഗ്ലാവായി തീരരുത്. തമ്പുരാനെ മാത്രമേ നമ്മൾ ആശ്രയിക്കാവൂ. ദൈവത്തിന്റെ സാധാരണ ജീവിതം നയിക്കാവൂ. ഭൂമിയിൽ നമുക്ക്, സ്വർഗത്തിൽ നമുക്ക് ആരുള്ളൂ. ഭൂമിയിൽ ദൈവമല്ലാതെ നമുക്ക് ആരും ഉണ്ടാകരുത്. ദൈവം നമുക്ക് സഹായത്തിന് വേണ്ടി മാതാപിതാക്കളെയോ മക്കളെയോ സഹോദരങ്ങളെയോ ചർച്ച അംഗങ്ങളെയോ കൂട്ടുപ്രവർത്തകരെയോ അല്ലെങ്കിൽ സ്നേഹിതരെയോ അയൽവക്കാരെയോ ഒക്കെ തന്നിരിക്കും. പക്ഷെ അവരൊന്നും അടിസ്ഥാനമല്ല. ദൈവമായിരിക്കണം നമുക്ക് മുൻപിൽ. ഇവരാരും നമ്മളെ നിയന്ത്രിക്കരുത്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ദൈവികാലോചന പ്രകാരം നടക്കുന്നതായിരിക്കണം. വായിക്കുന്നു, എന്റെ ആവാസവും ഹൃദയം ക്ഷീണിച്ചു പോകുന്നു. ദൈവം എനിക്ക് എന്റെ ഹൃദയത്തിന്റെ പാറയുടെ ഇവിടെ ക്ഷീണിക്കുമെന്ന്. ഇവിടെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടെ ഉള്ളത് നമ്മൾ ക്ഷീണിപ്പിക്കും. ഒറ്റ വാക്ക് ഭാര്യയുടെ കേട്ടാൽ മതി നമ്മൾ തകർന്ന് തരിപ്പണമാകും. മാംസം ഒരുങ്ങി വീഴും. ഒറ്റ വാക്ക് ഭർത്താവിന്റെ കേട്ടാൽ മതി നമ്മൾ തകർന്ന് ദാരിപ്പണമാകും. ഒറ്റ വാക്ക് മക്കളുടെ വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ മതി നമ്മളാണെങ്കിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒച്ചിന്റെ മുകളിൽ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് 4 മിനിറ്റ് കഴിഞ്ഞ് ചോദിച്ചാൽ ഒച്ചായിട്ടിരുന്ന വിരലിന്റെ കനമുള്ള ഒരു വലിയ ഒച്ചാണ്. അതിന്റെ മേളിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ അവിടെ കുറച്ച് ദ്രാവകം മാത്രം കിടക്കുന്നതാണ്. ഒച്ചെന്തിയാ എന്ന് പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പം ചിലരുടെ വായിലെ വാക്ക് കേട്ടാണ്ടല്ലോ നമ്മൾ ഉരുകിപ്പോകുമെന്ന്. കത്തി ചൊരിച്ചോണ്ടിരിക്കുന്ന തീജ്വാലയ്ക്കകത്തേക്ക്, ആ തീക്കരലിനകത്തേക്ക് ഒരു കട്ടിയുള്ള ഇരുമ്പ് കഷ്ണം ഇട്ടാൽ മതി. 2 കറക്കം കറങ്ങിച്ചിട്ട് കാറ്റം കൊണ്ടത് തീ അങ്ങോട്ട് കുടുംബമുണ്ടല്ലോ. രാശി നോക്കുമ്പോൾ കാണാം തീക്കരലിനകത്ത് ഇത് ഒഴുകി കിടക്കുന്ന ദ്രാവകമായി തീരുന്നത്. പലപ്പോഴും പലരുടെയും വാക്കുകൾ കേട്ടാൽ, ഒരുപക്ഷെ ഭാര്യയുടെ വാക്കുകള് അല്ലെങ്കിൽ ഭർത്താവിന്റെ വാക്കുകള് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വാക്കുകള് അല്ലെങ്കിൽ മക്കളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിവിടെ അങ്ങ് ആകെ തകർന്നു പോകും, പരാജയപ്പെട്ടു പോകും, വേദനപ്പെട്ടു പോകും, നിപ്പുന്ന ഇല്ലാതായിത്തീരും. പക്ഷെ ഇങ്ങനെ ദൈവത്തിന്റെ വൈദ്യരെ ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവകൃപയിൽ നിൽക്കും. വായിക്കുന്നേ, മാംസം ഹൃദയം ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറ, എന്റെ ഹൃദയത്തിന്റെ പാറയെന്ന് പറയുമ്പോൾ വേറൊരു വിഷയം ചിന്തിക്കാം. സാധാരണ കൊണ്ടുവരും ഹൃദയത്തിന്റെ പാറയാ, ചിലരുടെ ഹൃദയത്തിന്റെ പാറയാ. എന്നിട്ട് അവർക്കാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല. വഴിയില്ലെങ്കിൽ അവര് രണ്ടോ ആശുപത്രി പോകാൻ ചികിത്സിക്കാനും പൈസ ഒന്നും ചിന്തിക്കാം. അവർക്ക് പൈസ ഇല്ലെങ്കിൽ അത് അവരുടെ കയ്യിലെ കുഴപ്പമാണ്. എനിക്കത് അറിയേണ്ട കാര്യമില്ല. എടാ അവര് കണ്ടാ പിന്നാണെങ്കിൽ ഒരു വീടില്ലാതെ ചോർന്നിടിച്ച് കിടക്കാന്ന് നമുക്ക്, അവർക്ക് വീടില്ലെങ്കിൽ അവരുടെ കുഴപ്പ. ദൈവം ഒന്നുകൊണ്ട് കൊടുത്തില്ല അവർക്ക്, ദൈവം ഒന്നുകൊണ്ട് അവർക്ക് അതല്ല. സുമതി ചേച്ചിയുടെ ഒരു കണ്ണുനീര് കാണുമ്പോൾ എന്റെ ഹൃദയത്തിലൂടെ കണ്ണുനീര് ഒഴുകുന്നതാണ് ദൈവാത്മാവ്. വേറൊരാളുടെ കണ്ണുനീര് കാണുമ്പോൾ, ഒരു അയ്യംവിളി കേൾക്കുമ്പോൾ ഇടിവെട്ടുന്ന പോലെ എന്റെ ചങ്കിനകത്ത് ആ അയ്യംവിളിയുടെ സൗണ്ട് മാറ്റിക്കൊണ്ടില്ലെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവില്ല. ഹൃദയം പാറയാകരുത്. അവരുടെ ഹൃദയത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഹൃദയം പാറയാണ്. മറ്റൊരാളുടെ വേദനകളിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണുനീര് വരും. നമ്മുടെ സഹജീവികളുടെ വേദന കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. യുക്തിവാദികൾക്ക് നിരീശ്വരവാദികൾക്ക് പലപ്പോഴും കരഞ്ഞു പോകാറുണ്ട്. ഒരു പട്ട് റോഡിലൂടെ ഓന്ന് വലിഞ്ഞ് നടക്കുന്ന കണ്ടാൽ, ഒരു രോഗിയായ ഒരു മനുഷ്യനെ കണ്ടാൽ, സാധാരണ യുക്തിവാദികളും നിരീശ്വരവാദികളും ഉണ്ടല്ലോ, അവർക്ക് വേഗം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യും. അവർക്ക് ആഹാരം കൊടുക്കേണ്ടവർക്ക് ആഹാരമാക്കും. ദൈവത്തെ ഭയമില്ല. ദൈവം എന്നൊരു കാര്യം ആ സൂത്രം അവർക്ക് അറിയത്തുമില്ല. പക്ഷെ അവര് ഒരു വിശന്ന് ഭക്ഷണത്തിലില്ല എന്നറിഞ്ഞാൽ അവർ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി ഉണ്ടല്ലോ, യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവനാ. ഒരു വീടില്ലായത് കണ്ടാൽ വീടിനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കും. ഒരു പക്ഷിയോ ഒരു പട്ടിയോ ഒരു പൂച്ചയോ നടുവൊടിഞ്ഞ് മുറിവേറ്റ് റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടാൽ ദൈവത്തെ ഭയമില്ല, ദൈവമെന്ന് ബോധമില്ലാത്ത, ദൈവമില്ല എന്ന് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന നിരീശ്വരവാദി അതിനു വേണ്ടി എടുത്തുകൊണ്ട് ചികിത്സിക്കും. എന്റെ ഭാഷ പറഞ്ഞ സ്വന്തം ദുഷ്ട പിശാച ഒഴിഞ്ഞു കിടക്കുന്നു, ഇതെന്റെ മേൽ വരാൻ പോകുന്നതാണ്, ഒഴിഞ്ഞു മാറിപ്പോയതാണെന്ന് പറയാൻ പോകും. പറയുന്നോ എനിക്ക് വരാൻ വന്ന എനിക്ക് വരാമെന്നത് എന്തോ എന്തായാലും ഒഴിഞ്ഞു മാറി, പട്ടിയാ തോന്നി, പട്ടിയാണ്ട് ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഞാൻ ഒഴിയേണ്ട അടുത്ത് അവന്റെ ഹൃദയം എന്ത് പറ്റി? പാറയാണ്.
ഹൃദയം പാറയാണ്. തമ്പുരാനാരിച്ചിട്ട് ഇടിച്ച് പിഴിഞ്ഞ് എങ്ങനെയൊക്കെ നോക്കിയാലും കഷായത്തിന് അരത്തുള്ളി ആത്മാവിന് കിട്ടത്തില്ല. തൊട്ടുമുട്ടാനെ കൊണ്ട് ഒരു തുള്ളി ആത്മാവിന്റെ മണം പോലും ഉണ്ടല്ലോ ഈ പുള്ളികളിൽ കാണുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം പാറയാകുകയില്ല. നമ്മൾ പാറയാകുന്ന ഹൃദയം ബലപ്പെട്ടു നിൽക്കും. പക്ഷെങ്കിൽ ലോകത്തിന്റെ എല്ലാ വിധമായ വിളച്ചെലവിൻ ഭാഗം നമ്മൾ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കും. പക്ഷെങ്കിൽ മനുഷ്യന്റെയും സഹജീവികളുടെയും വേദന ഭാഗം നമ്മൾ കരയുന്നവരായി തീരും. പറയുന്നു, യഹോവ എന്റെ ഹൃദയം എന്റെ പാറയും എന്റെ ഓഹരിയും ആകുന്നു. ചിലയിടങ്ങളിൽ നമ്മൾ പാറയാകണം. എന്നാൽ ചിലയിടങ്ങളിൽ നമ്മൾ ദൈവത്തിന് പ്രിയമായി തീരണം. ദൈവത്തെ പോലെ ആയിരിക്കണം. ശിഷ്യന്മാർ വഴിതെറ്റിപ്പോയി. എന്താണ് ശിഷ്യന്മാര്? ആ യേശുവിനോട് 3.5 വർഷക്കാലം ഉണ്ടായിരുന്ന ശിഷ്യന്മാര് ഒരു സുപ്രഭാതത്തിൽ യേശുവിന്റെ മരണമടക്കം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായിട്ട്, മേഘപ്രത്യക്ഷയ്ക്ക് ശേഷമായിട്ട് യേശു ക്രിസ്തു മേഘത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, പത്രോസും യോഹന്നാനും ഒക്കെ മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് കരയ്ക്ക് വന്നു നിന്നുണ്ട് വലിയ കേമനായിട്ട്, എടാ പത്രോസേ, യോഹന്നാനെ, നീയൊക്കെ വലയെടുത്തോണ്ട് തുള്ളിച്ചാടി പോയല്ലോടാ. എടാ, എന്റെ വഴി വിട്ടുപോയാൽ ഇതാണ് ഗതി എന്ന് പറഞ്ഞ് അവനെ അവിടെ ഇട്ട് ആക്ഷേപിക്കുകയല്ലായിരുന്നു. മൃദുസ്വരത്തിൽ ഗുരുവായവൻ അവരുടെ അടുക്കൽ ചെന്ന് പ്രഭാതയാമത്തിൽ ക്ഷീണിച്ചും തളർന്നും തകർന്നുമായിരിക്കുന്ന, നഷ്ടത്തിലായിരിക്കുന്ന, ഒന്നും ലഭിക്കാതെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ഗുരു സാക്ഷാൽ യേശുദേവൻ ചെന്ന് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുണ്ടോ? കുഞ്ഞുങ്ങളുടെ അധ്വാനത്തിന് അത് ഫലം കണ്ടില്ല എന്ന് ഗുരുവിന് കണ്ടു. അനുസരണക്കേട് കാണിച്ചു പോയവനാണ്. എന്റെ വാദ വിട്ടിട്ട് അവർ പിന്നെയും പഴയ പണി എടുത്തതാണ് എന്ന് യേശു അവരെ ചെന്നിട്ട് ചാട്ടവാറ കൊണ്ട് അടിക്കുകയല്ലായിരുന്നു, പാഠം പഠിപ്പിക്കുകയല്ലായിരുന്നു. എന്റെ വാദ വിട്ടുമാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയല്ലായിരുന്നു. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ട് എന്ന് ചോദിച്ച് അരിമനാഥനാകുന്ന ക്രിസ്തു അവരെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് ആ കടൽക്കരയിൽ ചുട്ടുകൊണ്ടിരിക്കുന്ന മീനും ചുട്ടുകൊണ്ടിരിക്കുന്ന കനൽ ചുട്ട് അടയും മീനും കൊടുക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ യേശു. നമ്മുടെ യേശു നമ്മളിലുണ്ടെങ്കിൽ വേറൊരുവിന്റെ വേദന എൻ്റെ വേദനയായി തീരും. എൻ്റെ കയ്യിലുള്ള 10 പൈസ നാളേക്ക് എനിക്ക് സ്വരൂപിച്ച് വെക്കാതെ കൊണ്ടും അത് വേറൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതല്ല, കൈകാര്യമായിരിക്കണം. ദൈവം 100 രൂപ നമ്മളെ തന്നാൽ ആ 100 രൂപയും ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ആ ഉപയോഗത്തിന്റെ പ്രയോജനം കണ്ട ദൈവം നമുക്ക് നാളെ പുതിയത് 1000 തരും. 1000 തരുമ്പോൾ ചുരുട്ടിക്കുട്ടി മാറ്റി വയ്ക്കാതെ അത് ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ ദൈവത്തിന് മനസ്സിലാകും, ഇവൻ അല്പത്തിൽ വിശ്വസ്തനാണ്, അതുകൊണ്ട് ഇവനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. നമ്മൾ അല്പത്തിൽ വിശ്വസ്തത ദൈവസന്നിധിയിൽ കാണിച്ചാൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരകത്വത്തിലേക്ക് നയിക്കും. ഇന്ന് പലർക്കും ഈ നന്മ അനുഭവിക്കാൻ ബുദ്ധിയില്ല, അറിവില്ല. എന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് തൊഴിച്ചു പറിച്ച് കളയുകയാണ്. അവൻ ഇല്ലായ്മയിൽ കിടന്ന് കരയുകയാണെന്ന് അനേകരും. മാറണം. ജീവൻ തന്ന ദൈവത്തിന് വേണ്ടി ഏത് നിമിഷത്തും ജീവൻ കൊടുക്കാൻ തയ്യാറായിരിക്കും. നമ്മൾ ഒന്നും ചരിച്ചു വെക്കേണ്ട കാര്യമില്ല, ചുരുക്കൂട്ടി വെക്കേണ്ട കാര്യമില്ല. തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതുന്നു ഞാൻ വിശ്വസിക്കുന്നു. വായിക്കുന്നു, ഇതാ നിന്നോട് അകന്നിരിക്കുന്നത് നശിച്ചു പോകുന്നു, നിന്നെ വിട്ട് പ്രസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഏറ്റവും അവസാനത്തെ വാക്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവത്തെ വിട്ട് പ്രസംഗം ചെയ്യുന്ന എല്ലാവരും നശിച്ചു പോകും. അവൻ ആരായാലും, തിരുമേനി ആയാലും, അയ്യേനി ആയാലും, പ്രസിഡന്റ് ആയാലും, അവൻ ഏത് വലിയ സ്റ്റേറ്റിന്റെ ആയാലും, സംസ്ഥാനത്തിന്റെ ആയാലും, ഏത് വലിയ ആയാലും, വലിയ പുള്ളി ആയാലും, ദൈവത്തെ വിട്ട് പ്രസംഗം ചെയ്യുന്നവൻ ആരെയും ദൈവം വെറുതെ വിടുകയില്ല. അവരെല്ലാവരും നശിച്ചു പോകും. അവർ ലോകയുടെ മുൻപാകെ പേക്വാനമായി തീരും, ലോകയുടെ മുൻപാകെ നിന്നാമാത്രമായി തീരും. ദൈവാത്മാവിന്റെയും ദൈവജനത്തിന്റെയും ദൈവ വഴി വിട്ടു പോകുന്ന ഒരവസ്ഥ വളരെ ദുഷ്കരമാകും. എന്നാൽ ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതം. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ വർണ്ണിക്കണം. പ്രിയരെ, സാക്ഷ്യം പറയണം. നമ്മുടെ കൂട്ടായ്മയിൽ നടക്കുന്ന സന്തോഷങ്ങൾ 4 പേരോട് പറയണം. നമുക്ക് ദൈവത്താൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹം അത് 4 പേരോട് പറയണം. ദൈവം അത് കാണുമ്പോൾ സന്തോഷിക്കും. ഇത് പലരും പറയത്തില്ല, പറയാഴിയല്ല, പിശാച് പറയിപ്പിക്കത്തില്ല. നല്ലൊരു പ്രസംഗം നടക്കുന്നുണ്ട്, പറഞ്ഞ ഇന്നടത്തൊരു നല്ല പ്രസംഗമുണ്ട്. ദൈവം നമുക്കൊരു ഉപകാരം ചെയ്താൽ ദൈവനാമത്തോടാണ് ദൈവം ഞങ്ങളോട് ഇന്നൊരു പ്രാർത്ഥിച്ചു, ദൈവം എനിക്കൊരു ഉപകാരം ചെയ്തു. ഒരു പ്രാർത്ഥന കഴിഞ്ഞ സന്തോഷമാണ്. അത് പറയേണ്ടവരോട് പറയണം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭാരം അനുഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചുമട് ചുമക്കുന്നത്? വചനം പറയുന്നു, നിന്റെ ഭാരം എന്റെ മേലിട്ട് കൊടുക്കുക.
ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇതിന് വലിയ ഭാരമായിരുന്നു, എനിക്ക് ദൈവം ആ ഭാരം മാറ്റി തന്നു. നിന്റെ ഭാരവും മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായതാണെന്ന് സാക്ഷ്യം പറയണം. പലരോട് നമ്മൾ ഈ കാര്യങ്ങൾ പറയണം. ദൈവത്തിൽ നിന്ന് ലഭിച്ചത് വാരി വിതരണം. ദൈവത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, സമാധാനങ്ങൾ, ധനം, മാനം, ആരോഗ്യം, സ്നേഹമെല്ലാം നമ്മൾ വാരി വിതറി ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ള മാനപാത്രങ്ങളാക്കി ദൈവം നമ്മളെ തീർക്കും. ചെറിയതായ ഒരു താലന്തിനെ അതിനെ വളർത്തിയെടുത്ത് നമ്മൾ താലന്തിനെ വ്യാപാരം ചെയ്യുന്ന പോലെ ദൈവം തരുന്ന നന്മകൾ, ദൈവം തരുന്ന അനുഭവങ്ങൾ ദൈവത്താൽ അനുഗ്രഹമാക്കി തീർപ്പാൻ തക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നോക്കണമേ, ആസാവിന്റെ ആരംഭം വളരെ ഇടറിയ കാലുകളോട് കൂടിയായിരുന്നു, ഇടറിയ ശബ്ദത്തോടു കൂടിയായിരുന്നു, ഇടറിയ അനുഭവമായിരുന്നു. അവസാനം ആശാവ് പ്രത്യാശയും നിറഞ്ഞു. ആത്മീയ ജീവിതത്തിൽ പ്രകാരമുള്ളതാകുന്ന 100 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ പ്രിയരെ സ്വാഭാവികമാണ്. ഈ ലോകം ദുഷ്ടവിശ്വാസിനാൽ പിടിക്കപ്പെട്ടതാണ്. പക്ഷെങ്കിൽ ദൈവമക്കളായിരിക്കും നമ്മൾക്കോ അതിന്മേൽ അതിജീവനമുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യൻ പറയും, ഈ ലോകത്തിലെ ജഡികനായ മനുഷ്യൻ പറയും, ഈ ലോകത്തിലെ ജഡിക സുഖങ്ങളാണ് അവന് വരുന്നത്. തത്വജ്ഞാനിയായിരിക്കുന്നവർ പറയും, ഈ ലോകത്തിലെ സമാധാനമാണ് വരുന്നത്. എന്നാൽ ഒരു ദൈവത്തിന്റെ വൈദ്യർ പറയും, ഈ ലോകത്തില് എൻ്റെ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. കാരണം അവിടെ എനിക്ക് ആരോഗ്യമുണ്ട്, അവിടെ എനിക്ക് സമാധാനമുണ്ട്, അവിടെ എനിക്ക് സന്തോഷമുണ്ട്, അവിടെ എനിക്ക് പ്രത്യാശയുണ്ട്, അവിടെ കൂടെ എനിക്ക് നിത്യമായ സ്വർഗം ലഭിക്കും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഒരു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ വിശ്വസിക്കുന്ന നല്ല പിതാവേ, ഈ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അസാബിന്റെ ജീവിതത്തിന്റെ ആ ഒരു അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതവുമായിട്ട് ഞങ്ങൾക്ക് തുലനം ചെയ്ത് താരതമ്യം ചെയ്ത് ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം ഞങ്ങൾക്ക് നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇടയെ നിലനിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതങ്ങളെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധന്മാർ ഞങ്ങളുടെ മധ്യത്തിൽ ക്രിയ നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. വരുന്നൊരാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ വരാമാകുന്ന എല്ലാവിധമായ കഷ്ട ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളെ വിടിവിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാച് ഒന്നിനാലും ഞങ്ങളെ താഴ്ക്കേണ്ടവരാതോണം ദൈവമേ ഞങ്ങളെ കരുതണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതായ സ്വന്തം യേശുവിന്റെ ധന്യമുള്ള തന്നെ ഭാവത്തിലെ ദൈവത്തിന്റെ സ്നേഹവും സംബന്ധവും സ്വകാശവും കേൾക്കപ്പെട്ട വചനത്തിന്മേൽ കൂടിയിരിക്കുന്ന ജനത്തിന്മേൽ യേശു രണ്ടാമത് ഇപ്പോഴും ഉണ്ടായിരിക്കുവാനാകട്ടെ. യേശു സംബന്ധം നമുക്ക് ചെയ്യുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.